പറഞ്ഞു കൊടുക്കുക എങ്ങനെയുണ്ട് നമ്മളെ പരിപാടിയും കാര്യങ്ങളൊക്കെ? സന്തോഷമായി. എത്ര ആൾക്കാർക്ക് നമുക്ക് ഫുഡ് എടുക്കാം സാധിച്ചു? വിചാരിച്ചില്ല ആളില്ലാതെ നിന്നപ്പോ ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പൊ സന്തോഷം, ഭയങ്കര സന്തോഷം. അത് ഇടങ്ങാറാണ് മാറിക്കിട്ടില്ലേ? കാരണം ആൾക്കാരില്ലാതെ പരാതി മാറി. നമ്മൾ വിചാരിച്ച മാർക്കൊക്കെ ഇനി കുറച്ചായിട്ട് നമുക്ക് ബൂസ്റ്റ് ഒരിക്കൽ കുടിച്ചോട്ടോ. അവിടുത്തെ തിരക്കൊന്ന് പോയിട്ട് നമ്മളെ കാര്യമല്ലല്ലോ, സന്തോഷമാണ്. ഞങ്ങളെ പേടി എന്താ അറിയോ? ഒന്നാമത് കറണ്ട്, പിന്നൊന്ന് കോട്ടരുമ. എന്തേ പോയില്ലാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് ഇത് പോയത്. ഞങ്ങളെ KCB ഭയങ്കര വിശ്വാസമാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞു ഗൈസ് നമ്മളൊരു തുറവി വെക്കണുണ്ടെന്ന്. ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഗൈസ്, നമ്മൾ ഉള്ളിലല്ല പുറത്താണ് നമ്മൾ നിൽക്കേണ്ടത്. വരി മമ്മ, എന്താണ് ഇന്ന് ഇവിടെ പരിപാടി? ഇന്നെന്താ കുട്ടികളെ നോൽമ്പ്? കേൾക്കണില്ല. കുട്ടികളെ നോൽമ്പ് ഉറപ്പിച്ച കുട്ടികളെ നോൽമ്പ് ഉറപ്പിച്ച നാട്ടിലത്തെ എല്ലാ കുട്ടികളും പരിപാടിയാണല്ലോ. ആരെയും വിളിച്ചിക്കണേ ഉസാറായിട്ട് നോമ്പറക്കാം. അതിനുള്ള സെറ്റപ്പ് കഴിച്ച് നമ്മൾ ആക്കി വെച്ചിക്കണേ. എല്ലാ നാട്ടിലത്തെ കുട്ടികളെയും പൂട്ടാളിയും വലിയ, അതായത് നമ്മളെപ്പം പഠിച്ച ചെക്കന്മാരല്ല, എന്നാലും കഴിച്ച് നമ്മളെക്കാളും ചെറുതാണ് ഓലെ നമ്മൾ കഴിച്ച് വിളിച്ച് എടുത്തിക്കണേ. നാട്ടിലെ എല്ലാ ചെക്കന്മാരും, അതായത് ചെറുത് മുതൽ ഇതിപ്പോ കയ്യും കാലും മറച്ചാണ് പോകുന്നുണ്ട് ഗൈസ്. നാട്ടിൽ നിന്ന് ചെറുത് മുതൽ വലുത് വരല്ല, അതായത് നമ്മൾ ഈ ഒരു പ്രായം വരല്ല എല്ലാ ആൾക്കാരെയും നമ്മൾ വിളിച്ചിരിക്കണം. ഇതാകണേ ഈ ഒരു പ്രായം മുതൽ ഇവിടെ കാണുന്നുണ്ടോ? ഇതാകണേ ഈ ഒരു പ്രായം മുതൽ ഞങ്ങളെ ഈ ഒരു ഹൈറ്റുള്ള ആൾക്കാർ, ചെറിയ പ്രായം ആ പ്രായം ഇതാകണം, താത്താന്റെ കയ്യിലുള്ള പ്രായം. ആ പ്രായം വരെ മുതൽ വലിയ പ്രായം വരെ വലിയ പ്രായമുള്ള ആൾക്കാരെ വരെ ഗൈസ് നമ്മൾ വിളിച്ചു വരുത്തിക്കണേ. അതെ. പിന്നെ വേറൊരു കാര്യം ഗൈസ്, നമ്മളെ കുടുംബം ഇപ്പോഴാണ് ഒന്ന് ഫുള്ളായിട്ട് നമ്മളെ പെരിയിൽ നിൽക്കുന്നത്. ചെറിയപ്പോന്നല്ലോ ഉമ്മമാന്റെ ഗൈസ് 3 മക്കൾ ഇവിടെ വേദിയിൽ അരങ്ങേറിയിരിക്കുന്നു. മരുമക്കള് എന്താ പറയേണ്ടതെന്ന് അറിയില്ല താത്ത. ബേജാറും എത്തപ്പോഴാണ് എവിടെ അമ്മായി ഈ കാണാണ് ഗൈസ് ഞങ്ങളെ ഒരു കൂട്ടുകുടുംബം വരുന്നത്. ഫസ്റ്റ് തന്നെ കുഞ്ഞമ്മായി അല്ലേ? കുഞ്ഞമ്മായി, കുഞ്ഞാമ. പിന്നെ ഇത് സാധാ അമ്മായി, ഇത് വല്യമ്മായി. അതായത് ഈ കാണാൻ ആപ്പാപ്പാന്റെ പെണ്ണുങ്ങൾ എല്ലാവർക്കും അറിയുന്ന കേസ് തന്നെയാണ്. ഇതില്ലേ രണ്ടാമത്തെ ആപ്പാപ്പാന്റെ പെണ്ണുങ്ങൾ ഞങ്ങളെ കുഞ്ഞാമ. ഇത് പിന്നെ മൂന്നാമത്തെ ഉള്ളത് പെണ്ണാണ് ഞങ്ങളെ ഇമ്മ. അതിന്റെ കുട്ടികളാണ് ഞങ്ങള്. പിന്നെ അറിയണ്ടാവുമല്ലോ. ഇത് ഒക്കെ പോകുന്നത് ഇതാക്കണ ഇതുമെന്നാണ്. പിന്നെ ഉള്ളത് ഇതാക്കണ് ഞങ്ങളെ സാനു, ഇതാക്കണ് കുഞ്ഞമ്മായിന്റെ വലിയ കുട്ടി, ചെറിയ കുട്ടിയോടെ ഉറങ്ങാണ്. അപ്പൊ നമ്മുടെ നോമ്പ് തുറക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ സെറ്റപ്പ് ആക്കിയിട്ടൊന്നും അല്ലെങ്കിലും നമ്മളെ നാട്ടിലത്തെ എല്ലാ കുട്ടികൾക്കും നമ്മൾ ഒരു പണ്ട് തൊട്ട് വിചാരിച്ച സംഭവമാണ് എല്ലാവർക്കും ഒരു ചെറിയൊരു നോമ്പ് തുറക്കണം എന്നുള്ളത്. അതിപ്പോ ഇന്ന് ഇവിടെ നടക്കുകയാണ് ഗൈസ്. എത്രത്തോളം നല്ല അടിപൊളിയാക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം അടിപൊളിയാക്കി തരുന്നുണ്ട്. നമ്മളെ ടീമിന്റെ പേരെന്താ? നിലമ്പൂര് ഗൈസ്, നിലമ്പൂർ ഇവന്റ്സ്. അത്രക്ക് അടിപൊളിയാക്കി തന്നിക്കണേ. ഇമ്മ, ഇതിനു മുമ്പ് ഈ പേര് എങ്ങനെ കണ്ടിക്കണോ? ഇല്ല, ആദ്യമായിട്ടാണ്. എന്താണ് ഈ കണ്ടിട്ട് ഇതിനെ കുറിച്ച് എന്താ പറയണ? സന്തോഷം എന്താ പറയാ? ഇനി ഗൈസ് നൈറ്റാണ് ഇതിന്റെ ഒന്നുപാട് ലുക്ക് വരാൻ കിടക്കണേ ഗൈസ്. അപ്പുറത്തൊക്കെ നമ്മളെ കുട്ടികളുണ്ട്. എത്ര ആൾക്കാരുണ്ട്? ഏകദേശം എത്ര ആൾക്കാർ? അത് നമ്മൾ ഗൈസ് എണ്ണ എടുത്തിട്ടില്ല, അത്രക്ക് കുട്ടികളെ നമ്മൾ വിളിച്ചത്. നമ്മൾ ഗൈസ് റോഡ് കൂടെ അവിടെ കയറി ചെങ്ങന്മാരെ. പിന്നെ ഗൈസ് നമ്മുടെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കുലുക്കി സർബത്തിന്റെ ഒരു കൗണ്ടർ തന്നെ ഗൈസ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടിക്കണേ. നമുക്ക് നിലമ്പൂർ ഇവന്റ്സ് സെറ്റ് ചെയ്ത് തന്നിക്കണേ. ഇതാക്കണേ നമ്മളെ നിലമ്പൂർ ഇവന്റ്സിന്റെ ആൾക്കാരാണ്. കാര്യമായിട്ടുള്ള പരിപാടിയിലല്ലേ? അപ്പൊ എന്താണ് പറയുന്നത്? പരിപാടിയാണ്. പരിപാടി കാണുമ്പോൾ അറിയാം. ഓക്കെ, സംഗതിയൊക്കെ സെറ്റ് സെറ്റാണ്, പൊളി. നമ്മളിങ്ങനെ സംഭവം ഏൽപ്പിച്ചിട്ട് ചെക്കന്മാരുണ്ടല്ലോ, ഇന്ന് രാവിലെ തൊട്ട് ഇന്നലെ ഞങ്ങളെ കഴിച്ച് ഉറക്കത്തിന് നീപ്പിച്ചതാ ഇവനാണ്. എന്താണ് വിളിച്ച് നീപ്പിച്ചത്? പണിനോടുള്ള ആത്മാർത്ഥത. മറ്റേ പൂട്ടോടെ ഇന്നലെ ഒരു ചങ്ങായി വന്നീനല്ലോ. അവിടെ ഉണ്ട് കുറച്ച് ചെക്കന്മാര്. ഇതൊക്കെ നമ്മളെ നാട്ടിലത്തെ ചെക്കന്മാരൻ കേട്ടോ. എല്ലാരും കേറിക്ക്. ഇനി ഇങ്ങോട്ട് വാ സാക്കിറ. അതായത് ഗൈസ് നമ്മൾ ഇന്നലെ പറഞ്ഞിനി നമ്മളെ പെരിയിൽ കോട്ടരമേന്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ലൈറ്റ് എല്ലാം ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോട്ടരമൊക്കെ കഴിച്ച് നമ്മളെ പെരിക്ക് വരുന്നു. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് നമ്മൾ കഴിച്ച് ഇവിടെ വെക്കണ് ഒരു വലിയ ടർഫ്, ഇതിനെന്താ ഫെഡ് ലൈറ്റ് പോലെ സെറ്റപ്പ് ആക്കി തന്നിക്കണേ. അപ്പോൾ അത് നമുക്കൊരു ഭയങ്കരമായൊരു ഉപകാരമാണ് ഗൈസ്. അതായത് കോട്ടരമ നമ്മളെ ചോറ് നീക്കൊന്നും ചാടൂല. അപ്പോൾ അത് നല്ലൊരു ഉപകാരമല്ലടാ. അതിനെക്കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത്? എന്തും പറയാല്ലേ? ചെങ്ങ നിങ്ങൾക്കൊക്കെ ഇത്രയൊക്കെ തിന്നാൻ തന്നെ നിങ്ങൾക്കൊന്നും പറയാല്ലേ? നല്ലൊരു മുന്നേറ്റാണ്. ആണോ? ഇന്നത് ആര് നടത്തുന്ന പരിപാടി എന്നറിയോ? ആരാ?
പറയ്. എടാ ഈ പരിപാടി എടാ ഞാൻ ഒരു കാര്യം ചോദിച്ചേ, ഈ പരിപാടി ആരാ നടത്തണേ? ബെസ്റ്റ്. ഞങ്ങള് നടത്തുന്ന പരിപാടിയാണ്. അപ്പുറത്തുണ്ട് കുറച്ച് കുട്ടികള്, നമുക്ക് അങ്ങോട്ട് പോവാ. ഇവൽക്കെങ്കിലും കുറച്ച് അന്തണ്ടായി മതിയെ. എടാ ഈ പരിപാടി ആരാ നടത്തണെന്ന് വല്ലതും അറിയോ? ആരാ? പോട്ടെ. നിലമ്പൂർ പറയും. ആരാ വിളിച്ചേ? ഫസലോ? അതാണ് പറയേണ്ടത്. എന്നെ അപ്പൊ എല്ലാരും വന്നതിന് വളരെയധികം സന്തോഷം. നോമ്പറക്കാൻ എടാ ഇനിയും കുട്ടികളില്ലേ? നീ ചെക്കന്മാരില്ലേ? നിങ്ങളെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടോ? നീ ആരെങ്കിലും ഉണ്ടോ? നമ്മള് വിചാരിച്ചുണ്ടല്ലോ ആൾക്കാരെ എണ്ണം തികയില്ല എന്നാണ്. നമ്മളെടാ 6 മണി പായില്ലേ? 5:30 ഇറങ്ങിക്കാണ്. ഇവനൊക്കെ കൈ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കണ ഈ സാക്കിനൊക്കെ ഗൈസ് ഗ്രൗണ്ടിൽ കളിച്ച് നിൽക്കാണ്. ഓനൊക്കെ എടുത്ത് കൊണ്ടിരിക്കാണ് ഗൈസ്. ആൾക്കാരെ എണ്ണം തികഞ്ഞിട്ടില്ല ഗൈസ്, നമ്മള് മൂഞ്ചും. പിന്നെ ഫുഡ് നമ്മൾ എന്താ കാട്ടുക അല്ലേ? ഇല്ല ഓക്കെ അല്ലേ? പിന്നെ എനിക്ക് എന്നോട് പറയാനുള്ളത് ഗൈസ്, ഈ ചൂടത്ത് ഇത്രയും വലിയ കോട്ടിട്ട് വന്ന ഗൈസ് നമ്മൾ പിന്നെ കണ്ടില്ലാന്ന് വെക്കരുത്, സമ്മതിക്കണം. എടാ നല്ലോണം തിന്നണം കേട്ടോ. നിലമ്പൂരിന്റെ എല്ലാമായ പറഞ്ഞു പരിചയപ്പെടും ഷംസീർ മൂപ്പരാണ് ഗൈസ് നമ്മളെല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നത്. കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളും നമുക്ക് കൊടുക്കും. നിങ്ങളെ ഇങ്ങനെ പരിപാടിയും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ഒരു നിലമ്പൂര് പിന്നെ ഫസൽ ഫാമിലി നിലമ്പൂർ നമ്മളൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവിടുന്ന് നമ്മളെ ഒരു സെറ്റിങ്സും ഫുഡും എല്ലാം കൂടെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവർ അന്നേ പറഞ്ഞ് നമുക്കൊരു പരിപാടി നമ്മളെ വീട്ടിലും വെക്കണം. അന്ന് ഗൈസ് ആ പരിപാടി ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിനി നമ്മൾക്ക് ഇതേപോലത്തെ ഒരു പരിപാടി സെറ്റാക്കണമെന്ന്. നമ്മൾ ഓലെ വിളിച്ച് പറഞ്ഞു. ഓല് പറഞ്ഞു നമ്മളോട് ഡേറ്റ് പറയാൻ പറഞ്ഞു. ഓലെ ഒന്നും നോക്കിയില്ല ഗൈസ്. ആ ഒരു കറക്റ്റ് ടൈം ആയപ്പോഴത്തേന് ഒരു സെറ്റാക്കി തന്നു. എടാ നമ്മൾ ഈ വർക്കൊക്കെ എങ്ങനെയുണ്ട് ഒന്ന് പറഞ്ഞാണി. ഈ ലൈറ്റും സെറ്റായില്ലേ? അടിപൊളിയായില്ലേ? അത് കിട്ടണം ഗൈസ്. ഈ ഒരു വൈബ് കിട്ടണം. ഇത് ഇനി ഗൈസ് ഒന്നും പാടെ നൈറ്റ് ആയി കഴിഞ്ഞാണ്ടല്ലോ ആ ലൈറ്റൊക്കെ നമ്മൾ എടുത്ത് കാണാൻ തുടങ്ങും. ആർക്കൊക്കെ ഇതിൽ നോമ്പുണ്ട്? നോമ്പില്ലേ കൈ നോക്കി കാണി. അങ്ങനൊന്നും നോമ്പുള്ളൂ. എല്ലാവർക്കും നോമ്പുണ്ട്. ഇവിടെ വന്ന എല്ലാവർക്കും നോമ്പുണ്ട്. ആണോ? അത്രേ ഉള്ളൂ. അത് കുഴപ്പമില്ല. നോമ്പില്ലോലും ഇല്ലാത്തവരില്ല ഗൈസ്. എല്ലാവർക്കും നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട്. എയ്ത്തോ ഗൈസ് ഇതാണ് നമ്മളെ നോമ്പറിൻ്റെ പരിപാടിൻ്റെ ഇതാക്കണം. ഇങ്ങനെ ഒരു സംഭവമൊക്കെ എഴുതി വെച്ചിക്കണ്. പിന്നെ ഗൈസ് അത്യാവശ്യത്തിന് നമ്മൾ വിചാരിച്ചിട്ട് ആൾക്കാരൊക്കെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനി ആക്കണ താഴെ 2-4 ചെക്കന്മാരും കൂടി ഉണ്ട്. ഒലിഞ്ഞ് ഫുഡും കാര്യങ്ങളൊക്കെ താഴെയാണ്. അതൊക്കെ നമുക്ക് എടുത്ത് വന്നിട്ട് വേണം. ഫുഡ് എടുത്തോണ്ട് താഴെയല്ല പോയിട്ടില്ല. നമ്മൾ ചെക്കന്മാരിപ്പോൾ പോകും. അല്ല നമ്മളും പോവും. നമ്മളും പോയാണ് ഫുഡ് എടുത്ത് കൊണ്ടിട്ടെ. പിന്നെ ഇവരാണ് ഗൈസ് നമ്മളെ എല്ലാമായ നിലമ്പൂർ ഇവൻസിൻ്റെ ബാക്കി അല്ലേ? അത് നിങ്ങൾ ആരായിട്ട് വരും? നിങ്ങളെ ഒന്നിന്റെ വൈഫ്, അനിയന്റെ വൈഫ്. ഇവിടെ അനിയതാണ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഇവരാണ് ഗൈസ് എല്ലാ സംഭവങ്ങളും ആണല്ലേ? തൊപ്പിണ്ടോ മദ്രസ പോണത്? അവരൊന്നും മദ്രസ പോകാറേ ഇല്ല എന്നാ പറഞ്ഞത്. എന്തായാലും ഗൈസ് നമുക്ക് ഇനി ഫുഡ് കൊണ്ടുവരാണ്ട് നമ്മൾ ഇതൊക്കെ ഇതാണ് ഗൈസ് നമ്മളെ ഫാമിലി. ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം ആഗ്രഹിച്ചതാണ് അല്ലേ? ഇന്ന് നടന്നു. അതെ, ഒരാപ്പാപ്പ ഇവിടെ ഉണ്ട്. ഇനി ഒരാപ്പാപ്പാൻ്റെ കുറവും കൂടി ഉണ്ട്. ഇതാണ് ഗൈസ് ആപ്പാപ്പ. അതെ, ഞങ്ങളെ മാനുപ്പാപ്പ. മറ്റേ നമ്മൾ കൊണ്ടുവന്ന് വെച്ചാണ് ആപ്പാപ്പ സെറ്റല്ലേ? നമ്മളെ പരിപാടി എങ്ങനെയുണ്ട്? ഉസാറല്ലേ? അത്ര കിട്ടിയാൽ മതി. സാറെന്ന് പറഞ്ഞാൽ മതി. ഇനി ഗൈസ് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാണ്ട് താഴെ പോയിട്ട് എടുത്ത് കൊണ്ടുവരണം. മാറ്റി കുളിച്ചു വന്നു. ഇന്നലെ മുതൽ ഇവിടെ ഇതാകണ ഈ സംഭവമൊക്കെ കൊണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതന്നെ എല്ലാം ആയിരുന്നു അല്ലേ? ഇനി ഗൈസ് നമ്മൾ ഫുഡ് കൊണ്ടിട്ട് പറയാം. നമ്മളെ പരിപാടി എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ? അങ്ങനെ ഗൈസ് നമ്മളിവിടെ റോട്ടിലെത്തിയതാക്കണം. സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാക്കണം ഫുഡ് ഇറക്കി. ഇതാക്കണം സോഡ ഒക്കെ എടുത്ത് കൊണ്ടുപോകണ്ട. അതായത് നമ്മളെ കുലുക്കിക്കുള്ള സോഡയും കാര്യങ്ങളാണ്. അങ്ങനെ വേറെ പൊടിതര ചെക്കന്മാർ എടാ നിർത്തടാ എവിടേക്കൊക്കെ പോകണേ? അപ്പോൾ ഗൈസ് നമ്മൾ സാധനങ്ങൾ ഇറക്കിക്കൊണ്ട് പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു സ്റ്റെപ്പിനായിട്ടില്ല ഒരു ജനറേറ്ററും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം കറണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാന്നറിയില്ല. നേരത്തെ തന്നെ ഒരു വട്ടം പോയി ആശ്രേ ആ പോണാണ് ഗൈസ് നമ്മളെ ഫുഡ്. അതെ, ഫുഡും കാര്യങ്ങളൊക്കെ കയറിക്കണം. നടന്നോളി വേഗം ഉള്ളിൽ പോയിക്കോളി. നമ്മൾ വിചാരിച്ച മയക്കുന്ന ഒരുപാട് ആൾക്കാർ വരും. എങ്ങനെ ആടാ വേറ്റെ എല്ലാ ചെക്കന്മാരും വേറ്റെ ഗൈസ്. നമ്മൾ വിചാരിച്ചത് ചെക്കന്മാർ വരില്ല എന്നാണ്. പക്ഷെ നമ്മളെ ഭാഗത്തിന് എല്ലാ ചെക്കന്മാരും കറക്റ്റ് ടൈമിന് ആയപ്പോൾ എത്തിച്ചേരുന്നുണ്ട്. എടാ ഇത് സത്യം പറഞ്ഞിട്ടല്ലേ ഗൈസ്, നമ്മളൊരു കല്യാണം വെച്ച പോലത്തെ വൈബാണ് കേട്ടോ. അങ്ങോട്ട് നോക്കുങ്ങള്. ഉടായ്പ പണിയോ? ആര് ചേട്ടാ വരില്ല?
ആ അതാ ആയി വരണേ. സമയം 6:30 കറക്റ്റ് നമ്മൾ തിന്നുവാൻ തുടങ്ങും. സുമതി ചേച്ചിയെ വരൂലേ? ആ എല്ലാവർക്കും വിളിച്ചിട്ടുണ്ട്. ചേച്ചിയെ വരൂലേ? ആ വരണം. ഞങ്ങളിത് കഴിഞ്ഞിട്ടല്ല വരി. ആ അങ്ങനെ എല്ലാവർക്കും ഇരിക്കാൻ സ്ഥലമുണ്ട്. എടാ വാടാ. ആ ഗൈസ് നിങ്ങൾ അങ്ങോട്ടാണ് നോക്കുക ഗൈസ്. ഇവിടുന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഭംഗി കാണുന്നത്. എടാ എല്ലാവരും ഒന്ന് മാറിക്കൊടുത്ത ആ ഭംഗി ഒന്ന് കാണട്ടെ. ആ ഇത് ഗൈസ് ഇനി ഇവർ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇത്രക്കൊരു ഭംഗിയുള്ള സ്ഥലം. എടാ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കടാ. ഓ ഓക്കെ അല്ലേ? ഓ വിജയ് എങ്ങോട്ടാ വന്നിക്കണ കീഴിലുള്ള ചെരുപ്പൊക്കെ ഇട്ടിട്ട്? എൻ്റെ ലോളിങ്ങാളും വലിയ ഗൈസ് ചെരുപ്പാണ്. ബാടി ഇരിക്കടി. അവിടെ ഇരുത്തം കണ്ട ഗൈസ്. ഫുഡ് കിട്ടാത്തതിൻ്റെ ആ ഇരുത്താണ് ആ ഇരിക്കണത്. സങ്കടപ്പെട്ട് നിഷ്കളങ്കമായി ഇരുത്താം. ഉമ്മക്ക് എന്തൊക്കെയാ പറയുന്നുണ്ട്. ഗൈസ് എടാ ഉന്ത് ഗൈസ്. ഇതാണ് നമ്മളെ ജനറേറ്റർ. എടാ ശരിക്കുന്തി. എടാ ഒന്ന് ശരിക്കുന്തി. ഇതാരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞേ? ആണോ? പറഞ്ഞ സാധനല്ലേ? ഔ ആ എനിക്കറിയില്ല. അവിടേക്ക് ഇങ്ങോട്ട് മാറ്റിയേക്ക്. ഓക്കെ ഗൈസ് ചെറിയ പ്രശ്നമുണ്ട്. ആൾക്കാരെ എണ്ണം കൂടിയെന്നാ തോന്നുന്നത്. അറിയില്ല ഗൈസ്. നമുക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിൽ കാര്യമില്ല ഗൈസ്. ഇപ്പമാർക്ക് എല്ലാവർക്കും ഫുഡ് കിട്ടിയാൽ മതി കുട്ടികൾക്ക് അല്ലേ? കാരണം കുട്ടികളല്ലേ എണ്ണം പറഞ്ഞതിലും കുറച്ചുകൂടി പിന്നെ ഗൈസ് ആകെയുള്ളൊരു സമാധാനം ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ കാണുന്നുണ്ട്. അതിപ്പോൾ നമ്മളെ ഫാമിലിനെ നമുക്ക് കാണുന്നുണ്ട്. ആ ഉള്ളിൽ വെച്ചിട്ട് അവിടെ ഒരു ടേബിൾ ഇട്ടിട്ട് തികയില്ലാന്നുണ്ടെങ്കിൽ കഴിച്ച് നമുക്ക് അങ്ങനെ കാട്ടാം. ആദ്യം എല്ലാവരും ഒന്ന് ഇരുത്തിച്ചാ എന്നാൽ നമുക്ക് എണ്ണം കിട്ടും. ടൈം എത്രയായി നോക്കട്ടെ. 10 മിനിറ്റോ? എടാ എല്ലാവരും ഒന്ന് ഇരിക്കുവോ? എല്ലാവരും പോയിരിക്കും. ആ 10 മിനിറ്റും പാടുള്ളൂ. ചെല് സഹകരിക്കടാ. സഹകരിക്കുക ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഫുഡ് തരുന്നല്ലേ. ഒന്ന് സഹകരിക്കും. ഇതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഓക്കെ നിങ്ങളെ കാറ്ററിങ്ങിന്റെ സാധനങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഉത്തരവാദിത്തം വേണ്ടോ? ചെറുക്കന്മാർ കൊണ്ടുപോകും. ചെമ്പമ്പി തൂക്കി വിൽക്കും. എടാ ചെന്നിരിക്കും. ആ സെറ്റാക്കിട്ടോ. ആ ഏയ് ഇത് തിന്നാലേ വരും. ആ ഇതിപ്പോ ഇവിടെ കേട്ടോ. ഇതാ എൻ്റെ അല്ലേ? ഇതെനിക്കിപ്പോ വേണോ? വേണമെന്നുണ്ട് എടുത്തോ. അല്ലെങ്കിൽ മിസ്സിംഗ് ആവും. ആ അവിടെ സ്ഥലം ഉണ്ടോ ഇരിക്കാൻ? എടാ അവിടെ ചെറിയക്കന്മാർ അവിടെ സ്ഥലം ഉണ്ട് ഇരിക്കാൻ. എല്ലാം കറക്റ്റാണോ? പണിയാകെ ഗൈസ് പാളിക്കൊണ്ടിരിക്കുകയാണ്. ഷംന ഇരിക്കാൻ സ്ഥലമുണ്ടോ? എങ്ങനെ നമുക്ക് ലാസ്റ്റ് ഇരിക്കാൻ വന്നോളൂ. ഇരിക്കട്ടെ. അത് ഞാൻ പറയാൻ വരികയാണ്. നിന്റെ കണ്ണുകൾ ഞാൻ ആ തിരിച്ചറിഞ്ഞു. ഓ അമ്മ ഇരിക്കലേന്ന് പറയണേ. എടാ എല്ലാരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കട്ടോ. ഒരു ടേബിളിൽ 2 ആൾക്ക് ഇരുന്നോളി. ഫുഡ് എന്താ വരാത്ത? ഫുഡ് ഇപ്പൊ വരും കേട്ടോ. ഇത് നോമ്പാണ്, അല്ലാതെ കല്യാണം അല്ല വിളിച്ചിരിക്കണ ഇവിടെ. അത് ഇതിന്റെ ബാക്കിയാണ് കേസ്. ആ എടി ചെറിയാപ്പോടെ ഷംന അലിയാക്കോടെ. താത്ത അലിയാക്കോടെ പണിക്ക് പോയിക്കാണ്. അപ്പൊ അലിയാക്കല്ല ഗൈസ്. ആണോ? എന്നാ മതി. എവിടെയാണ് ഇത്ര നേരമായിട്ട്? ഞങ്ങൾ ആണോ? എന്നാ വേഗം പോയി ഇരുത്തി എല്ലാരും. എന്നാ അതേതാ പെണ്ണ് ഒന്ന് പറഞ്ഞാ അപ്പൊ അറിയാ. കൊച്ചു കളി ഒളിച്ചു കാണില്ല. എടാ എങ്ങനെ ഹൈദരാബാദിന്റെ പേരക്കുട്ടി. എടാ ഇവിടെ ഒരാളെ കൊള്ളോടാ. എടാ എല്ലാരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. ഞാൻ പോയക്കാലെ കുട്ടിയാണ്. ഞാൻ അന്വേഷിച്ച കുട്ടി വന്നു. ഇനിയിപ്പോ 2 കുട്ടികളെ കിട്ടാറുണ്ട്. ഇനി ഏത് കുട്ടികളെ കിട്ടാള്? നമ്മളെ പുതിയ വെണ്ട കൊടുത്ത കുട്ടികളെ കണ്ടിട്ട്. പുതിയ വെണ്ട ഓലെ കണ്ടിട്ടില്ല. എല്ലാരും വന്നിക്കണോ? അപ്പൊ ഗൈസ് എല്ലാ കുട്ടികളും എത്തിച്ചേർന്നിട്ടുണ്ട്. ഫ്രൂട്ട്സ് അവിടെ വെക്കുന്നുണ്ട്. ആ ഞാൻ ഫ്രൂട്ട്സ് വെച്ചല്ലേ. ആശ്രയൊക്കെ കാര്യമായിട്ട് പണിയെടുക്കണ്ട. ആശ്രയ സെറ്റല്ലേ? സജീവല്ലേ? അതിനാണല്ലേ ഗൈസ് നമ്മൾ ഇവിടെ കൊണ്ടു നിൽക്കണത്. ഇനി ഇവിടെ സാധനങ്ങൾ വെക്കാനുള്ളത് എങ്ങനെ? കസാര ഇടാൻ വേണ്ടേ? കസാര ഉണ്ടോ? അപ്പുറത്തുണ്ട്. ഇല്ലേ ഇതാക്കണം. അവിടെ ആക്കണേ. 2 നേരം കറക്കുണ്ട്. നമുക്ക് എടുത്തിടാം. ഇപ്പൊ എല്ലാരും ഏകദേശം എല്ലാ ആൾക്കാരും ഇരുന്നില്ലേ? ഇരിക്കട്ടെ. എല്ലാരും ഒന്ന് ഇരുത്തട്ടെ. എന്നിട്ട് നമുക്ക് അവസാനം ഇതാക്കാം. ഉമ്മ ടൈം എത്ര യോഗി? 6:25. എടാ ഈ സ്റ്റൂള് എടുത്താലോ? ആവശ്യമുണ്ടോ? കാരണം അവിടെ ഉണ്ട് കുറച്ച് ടേബിൾ മട വേണം.
ടേബിളല്ല കസാര. ഇപ്പം നമ്മൾ എങ്ങോട്ട് വെക്കും? മതിയോ? ആ 3 മതിയാകും. നോക്കട്ടെ എന്ത്. ആ ആ പൈനാപ്പിൾ വേണമെങ്കിൽ അവിടെ വെച്ചളാ കേട്ടോ. കൂടെ പോലെ എങ്ങനെയും അതിനെ ഞമ്മക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ തിണ്ടുമ്പൊക്കെ നമുക്ക് ഇരിക്കാം. ഉള്ളില് കസേരല്ലേ ലാസ്റ്റ് ഇന്നത്തിന് വേണമെന്നില്ല. ആ ആ എങ്ങനെയാ അനക്കെന്താ പറയാള്? പറയടി എന്തേലും എന്താ പറയാണേ എന്താ ഇനി വീഡിയോയില് കൂട്ടുമല്ലോ. എല്ലാരും വീഡിയോസിൽ കൂട്ടുമല്ലോ. ഇനിയിപ്പോ ആരും ഇരിക്കാനുള്ളത്? ചെക്കന്മാരെല്ലാരും ഇരുന്നില്ലേ? എടാ ചെങ്ങന്മാരെ ഫാനിയോ ഇരിക്കി. ഇത് മറ്റേ ടീമാണ് ഗൈസ്. കല്യാണ പെരി പോയ കല്യാണ ചെക്കനാണോ പറഞ്ഞിരിക്കുന്ന ടീമുകളാണ് ഗൈസ്. നമ്മളെ ചായയും അതായത് നോമ്പ് തുറന്നിട്ടുള്ള തിന്നാനുള്ള സാധനങ്ങളൊക്കെ ഗൈസ് അവിടെ സെറ്റാക്കി വെക്കുന്നുണ്ട്. അത് എവിടെ കുക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇവിടെ ഗ്യാസ് കൊണ്ടു നിൽക്കണേ, അതുപോലത്തെ ഗ്യാസ് അടുപ്പും കൊണ്ടു നിൽക്കണേ. ബാ ഇവിടെയാണ്. ഇവിടെ ഗൈസ് അതിനായിട്ട് നമ്മൾ സെറ്റപ്പ് ഉണ്ടാക്കിയാണ്. ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് സെറ്റപ്പ് ആക്കി. അപ്പോൾ നിങ്ങളാണ് നമ്മളെ ഇത് എന്താ ഉണ്ടാക്കണേ? ചായ. എന്ത് ചായ? സാധാരണ നോർമൽ ചായ. അത് ഗൈസ് സാധാരണ നോർമൽ ചായയാണ്. നോമ്പ് തുറന്നിട്ടല്ലേ കുടിച്ചേണ്ടിയ? അല്ല അത് ഗൈസ് നോമ്പ് തുറന്നിട്ടാണ് കുടിച്ചേണ്ടിയത്. അവിടെ ഗൈസ് ചെറിയാപ്പ് എത്തിയിരിക്കുന്നു. പുതിയ ടീഷർട്ടൊക്കെ ഇട്ട് ചെറിയാപ്പ് വെക്കണ വന്നിക്കണേ. മിന്നി തിളങ്ങി കുത്തിരിക്കുന്നുണ്ട്. ഹലോ 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 ഞാൻ ഇരിക്കേ ചെറിയാപ്പോ കാണാത്തൊക്കെ ഇരുന്നോ? എല്ലായിടത്തും ഇരുന്നോളി. ആ നീ പിന്നെ ഗൈസ് അടുക്കളയിലുണ്ട്. അടുക്കളയിൽ ഗൈസ് ജ്യൂസൊക്കെ അവിടുന്നാണ് ഉണ്ടാക്കിയിരിക്കണത്. കറണ്ട് ബില്ലൊക്കെ ഇനി എത്ര ആകുമോ? സുജാതൻ്റെ മിക്സിയൊക്കെ കൊണ്ടാണ് ഗൈസ് അടിച്ചിരിക്കണത്. ആ ഗൈസ് ഇവിടെയാണ് നമ്മളെ ഉപ്പിലിട്ട മുളക് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഗൈസ് സെറ്റപ്പ് ആക്കാനുണ്ട്. ഇതൊക്കെ ഇവിടെ മറ്റേ ഇതെന്താ ചമ്മന്തിയാണ് തോന്നുന്നുണ്ട്. പിന്നെ ഗൈസ് ഇതാണ് പൈനാപ്പിൾ മുളകിലിട്ടത്. ഇവിടെ നിന്നാണ് നമ്മളെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞത്. എന്നാൽ പാടാ ഇനി അപ്പുറത്തേക്ക് പോയല്ലേ? ഇനി ചെറുക്കന്മാരടുത്ത് പോവാ. ഇനി എന്താ ഉള്ളത് ഉള്ളിൽ എടുക്കാൻ? ഇനി ഉള്ളതെന്ന് ഇപ്പോൾ ഈ മാങ്ങ മാത്രമേ ഉള്ളൂ, മസാല വെച്ചിട്ട് ഒന്നുമില്ല. അപ്പോൾ ഓക്കെ ആ അപ്പോൾ ഗൈസ് നമുക്ക് ഈ നോമ്പ് തുറന്നുകൊണ്ടിരിക്കുക. നോമ്പ് തുറക്കാൻ ബാങ്ക് അവിടെ കൊടുക്കാൻ ടൈം ആയിരിക്കുകയാണ് ഗൈസ്. എടാ ഒരു കാര്യം പറയാണ്ട്, നോമ്പ് തുറന്നാൽ മാത്രം തിന്നാൻ നോക്കുക. ഓക്കെ ആ ഞാൻ പറഞ്ഞില്ലേ, ഇതിനാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. ഇതിവിടെ കഴിഞ്ഞു. വേറെ ആർക്ക് പ്ലേറ്റ് എന്തെങ്കിലും പ്രശ്നം നോക്കട്ടെ? അതാ അടുത്ത് ഇവിടെ. ആ ഇവിടെ ഒന്നേ, അവിടെ ഒരു പൈനാപ്പിള്. ആ ടേബിളിൽ എന്തെങ്കിലും പ്രശ്നം ആണോ? നല്ല കുട്ടി. എന്നാ എത്ര നോമ്പ് പറ്റൂ? 12 12 ആയിട്ടില്ലല്ലോ. 12 ആയി. 25 മുസ്ലിം അല്ലല്ലോ, എനിക്ക് കണക്കറിയാം. ആണോ? എന്തായാലും തിന്നി എല്ലാരും. ജ്യൂസ് എല്ലാം വരും. തിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ അടുത്ത് നമ്മൾ നേരെ പള്ളിയിൽ പോവാ. എടാ എല്ലാവരും പറയാനുള്ളത്, തിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പള്ളിയിൽ പോവാ. എന്നിട്ട് റിട്ടേൺ വരിക. റിട്ടേൺ വന്നിട്ട് പിന്നെ എല്ലാവരും കുലുക്കി സർബത്ത് അങ്ങനത്തെ സാധനങ്ങൾ കുടിച്ചാൽ വരിക. ഓക്കെ മനസ്സിലായോ? എല്ലാവർക്കും പള്ളറിയണ തിന്നാ. എന്നിട്ട് എല്ലാവരും പെരീക്ക് തന്നെ പോകണം കേട്ടോ. ആ ആയിക്കോട്ടെ. പള്ളിയിൽ പോകാൻ പറ്റാത്തവര് അങ്ങനെ പറയണ്ട, ഓലൊക്കെ വിളക്കും. ആ അതിനെന്താ കുട്ടികൾ വേണമെന്നുണ്ട് ഇവിടെ കേട്ടോ. തിരിച്ച് ആ പള്ളിയിൽ പോകണം കേട്ടോ. അല്ല ഇജൂടൊന്നു ജിന്ദുവാണല്ലേ? അതായത് ഗൈസ് തിന്ന് കഴിഞ്ഞാൽ എല്ലാവരും പള്ളിയിൽ പോയിട്ട് റിട്ടേൺ ഇങ്ങോട്ട് തന്നെ വരണമെന്ന് പറഞ്ഞതാണ്. എണ്ണ തെറ്റാൻ പാടില്ല. എടാ പള്ളിയിൽ പോയി ഒന്നൊരിക്കൽ ഫുഡ് ഉള്ളൂ കേട്ടോ പറയാനേ. ആ അല്ല താത്ത അങ്ങനെ പറയണല്ലോ. ഇവര് പള്ളിയിൽ പോകണ്ട ഉറപ്പാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അത് ഞാൻ പോകണ്ട്. അതിന് ഞാനവിടെ ഒത്തിരി ഉണ്ടോക്കെ ആരെങ്കിലും വരുന്നല്ലേ? എന്നാ ഇരിക്കടാ ബാങ്ക് കൊടുക്കാനായി. ഇവരെ ഞാൻ ഒരിട്ട് ഇരുത്തിയാണല്ലോ. ഞാൻ ഇമാം നിന്നിട്ട് നിസ്കരിച്ചു ബാങ്കടാ. ഞാനൊക്കെ പണ്ട് ബാങ്ക് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഞാനൊക്കെ എത്തിങ്ങാല് പഠിച്ച ടൈം ഉണ്ടല്ലോ, ദിവസം 4 നേരം ബാങ്ക് കൊടുത്തു. 5 നേരം ഗൈസ് ബാങ്ക് കൊടുത്തു. ചെറുതായിട്ട് മാറിയതാ. ആ എടുത്തു വെച്ചോളി. എടീ സനു അറിഞ്ഞോ ഇരിക്കി. എവിടെ ഇരിക്കല്ലേ പഠിച്ചോ? ഇരിക്കി പറയണ്ട്. എവിടെ ഇരിക്കണെന്ന് പറയണില്ല. എടാ ഇവിടെ ചെറുക്കന്മാർക്ക് വെള്ളം കിട്ടിയിട്ടില്ല. എടാ ഇവിടെ ചെറുക്കന്മാർക്ക് വെള്ളം കിട്ടിയിട്ടില്ല. താത്തല്ലേ കുട്ടിയെ? ആ
ഇനി ഇരിക്കാൻ പറഞ്ഞ ആരും ഇരിക്കണ്ടേ, എല്ലാരും കഴിച്ച് നീച്ച് നിക്കാണ്, ഇരിക്കണില്ല. ഇവന്മാരെ ഞാൻ എടാ എനിക്ക് വല്ല ഇരിക്കാൻ പറ്റാത്ത വല്ല അസുഖം ഉണ്ടോ? ക്യാമറയും കൊണ്ട് കൊറേ പ്രാവശ്യം അവിടെ പോകുന്നു എനിക്കറിയാം. അപ്പൊ അതിന് വേണ്ടി കളിക്കണോ എനിക്കറിയാം. ഓണത്തിനിടയ്ക്ക് ഇത് നമ്മളെ കുടുംബമാണ് കേട്ടോ ഈ കിടക്കുന്ന സാധനം. അല്ല ഇത് ഞങ്ങളെ കുടുംബല്ലേ? ഉമ്മമാന്റെ അനിയന്റെ പേര് കുട്ടി. എനിക്കില്ല. പിന്നെ മുന്തിരി ദിവസം പൈനാപ്പിൾ ദിവസം മാണ്ടാത്ത പേടിക്കണ്ടടാ. അത് ഞങ്ങൾ കേട്ടോ. എടാ ഓല ഇരുത്തണല്ലോ ഗൈസ്. നമ്മളെ കുടുംബക്കാരെ വിളിച്ചു വരുത്തിക്കണ, ഓലാണ് ഇരുന്നിട്ടില്ല. ആ അത് കുഴപ്പമില്ല. എനിക്ക് ഇന്ന് എത്ര നോമ്പ് പറ്റും? എത്രണ്ണം? നല്ലൊരു നോമ്പാണ് ഗൈസ് അത്. എന്നാ എടി സനു ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് ഇരുന്നോളി. ബാഗണി ഇവിടെ സ്ഥലം ഉണ്ടല്ലോ, ഇരുന്നോളി. ഇങ്ങോട്ട് ഇരുന്നോ. ഇവിടെ ഒരു സ്പേസ് ഉണ്ടല്ലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാളങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഇമ്മ ഇവിടെ വരും, ഇവിടെ വരും. എവിടെ കിടക്കണ്? ഇവിടെ വരും, ഇവിടെ വരും. എടാ ഇവിടെ സ്പേസ് ഉണ്ട് മോണ്ട, ഇവിടെ സ്പേസ് ഉണ്ട്. ഇവിടെ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് ഇങ്ങോട്ട് വരികയാണ്. ഓല് ഇരുന്നോളി. വരി വരി. എന്ത് ചെയ്യാ? ചെയ്യാനുള്ള ഗൈസ് എല്ലാം നമുക്ക് വരുന്നോടത്ത് വെച്ച് കാണാം. അല്ലാപ്പ നമുക്കൊന്നും പറയാൻ പറ്റൂല അല്ലേ? സനുവിന് എന്താ പറയാനുള്ളത്? സനു നമ്മളെ നോമ്പിനെ പറ്റിയിട്ട്, നോമ്പിനെ പറ്റിയില്ല, നമ്മളെ തുറവിനെ പറ്റിയിട്ട് അവിടെയാണ്. അടിപൊളിയായിക്കണ്. ഡെക്കറേഷനൊക്കെ നല്ല രസമുണ്ട്. നീ ഫുഡ് കഴിച്ചിട്ട് ഫുഡിന്റെ അഭിപ്രായം പാടെ പറയണം കേട്ടോ. ഗൈസ് ഇതാണ് നമ്മളെ രണ്ട് ചെറിയ ചെക്കന്മാര്, നമ്മളെ കുടുംബത്തിൽ രണ്ട് ചെറിയ ചെക്കന്മാര്. വലിയ രണ്ടാളും ഇല്ല അമ്മയ്യ അല്ലേ? രണ്ടാളും ഗൈസ് ആണുങ്ങളാണ്. രണ്ട് വല്യമാരാണ്, രണ്ട് പേരക്കുട്ടികളാണ്. ബാങ്ക് കൊടുക്കണ്ടേ? ആ എടാ ടൈം ആയിട്ടോ, ടൈമായി ഇരിക്കട്ടോ. എടാ ഫോൺ കളിയൊക്കെ മാറ്റി വെക്കി. വെറുതെ അങ്ങനെ ആന്ന് പറയും. ആർക്കും ഇരിക്കാൻ സ്ഥലമില്ല, ഓലിക്കൊക്കെ ഇരിക്കാൻ സ്ഥലമുണ്ട്. ദാ അത് ചെറുക്കന്മാരല്ലേടി, ഓലൊക്കെ ഇരുന്നോളൂ. ഉണ്ട് ചെറുക്കന്മാർക്ക് സ്ഥലമുണ്ട്. എടാ ഇവിടെ കുറച്ച് ഒരു ചെറുക്കന് ഗ്യാപ്പ് ഉണ്ട്. പുറത്തത് ലൈറ്റോ, ഇങ്ങോട്ടുള്ള ലൈറ്റോ? ഇവിടുത്തെ ബൾബ് ഊരിയല്ലോ. എന്ത് ഈ സാധനം ആണോ? അത് ഇതാണ്, ഈ കണക്ഷനാണത്. ആ ഈ കണക്ഷൻ തന്നെയാണ് അത്. ചിലപ്പോൾ വയറിന്റെ കണക്ഷൻ കൊടുത്ത് ശരിയായിട്ടുണ്ടാവില്ല ഈ കാര്യം. ആ കണക്ഷനാണത്, ഇതാണത്. അവിടെ അമർത്തി നോക്കി, ആ അമർത്തിയിട്ടില്ല തോന്നുന്നു സ്വിച്ച്. നമ്മൾ ലൈറ്റിന്റെ അതെന്തായത് അടിച്ചു പോയ ഗൈസ് വരാ. പുറത്ത് കത്തുന്നുണ്ട്. ഇതിപ്പോ എവിടുത്തെ ലൈറ്റ് ഓഫ് ആയത്? ആ അത് കുഴപ്പമില്ല ഗൈസ്, നമ്മളെ വയറിങ്ങിന്റെ പ്രശ്നമാണ്. ആ കത്തി 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 കുഴപ്പമില്ല. ഇപ്പോഴാണല്ലേ ഗൈസ് ആ ലൈറ്റ് കത്തിച്ചാണോ മെനക്കെട്ടീനത് കേട്ടോ. ഈ നിലമ്പൂര് വെൻസിന്റെ ഈ സാധനം, ഈ ലൈറ്റാണ് ഗൈസ് ഇത്ര നേരം കത്തിക്കേ. അവിടെ വാങ്ങി കൊടുത്തു. നോമ്പറന്നോടി. എന്നാ ഇരുന്നോ 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 ഇരുന്നോ. ആ നമ്മൾ കഴിക്കാം. ശരി. ആ കാരക്ക അവിടെ ആർക്കൊന്നുമില്ല, വളം കുടിച്ചോളൂ. ആണോ? ആ എനിക്കത് മതി, വള്ളത് മതി. മുന്തിരി ജ്യൂസ് അടിപൊളി. കഴിക്കട്ടോ തനോ? റീനോ അവിടെ റീനോ കഴിക്കട്ടോ? എല്ലാരും ഇരുന്നാണ് കഴിക്കണുണ്ടല്ലേ. കഴിക്കാക്കോ നോമ്പ് പറഞ്ഞാല് കഴിക്കട്ടെ. എടാ ഇരുന്ന് കഴിക്കടാ സനിയോ. ഉമ്മമ്മോടെ ആ അവിടെ ഉണ്ടല്ലേ, അവങ്ങിരി നിൽക്കണേ. മക്കള് അവിടെ തിണ്ടുമ്മലും, ഉമ്മ വെക്കണ അവിടെ കസാരിയിലും. ഇരിക്കട്ടെ ഇരിക്കട്ടെ. നോമ്പ് അത് പറഞ്ഞിട്ട് കാര്യമില്ല. ബലി തിന്നട്ടടാ. നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് ഇടണം. നമുക്ക് അങ്ങോട്ട് ഒഴിഞ്ഞ് മറിക്കാം. ലാസ്റ്റ് വരെ എല്ലാവരും പോയിട്ട് അമ്മക്കൊരു തീറ്റ തന്നണം. അങ്ങനെ കഴിച്ച് നമ്മളെ നോമ്പ് ഇവിടെ തുറന്ന് കഴിഞ്ഞിരിക്കുകയാണ്. എടാ ഇനി എല്ലാവരും പള്ളിക്കൊക്കെ കേട്ടോ, നേരെ പള്ളിക്കൊക്കെ.
കേട്ടോ. പള്ളി പോവാത്ത ചെറുക്കന്മാർ വേണമെങ്കിൽ ഇവിടെ നോളിട്ടോ. ആയിക്കോട്ടെ, തെണ്ടി തിരിയാൻ നിൽക്കണ്ട. ബാ നമ്മൾ വിചാരിച്ചത് നല്ല തിരക്കുണ്ടാവും, ആർക്കും ഇരിക്കാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ കഴിച്ച് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത്, നമ്മളെ ചെറുക്കന്മാരല്ലേ, എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തായിരുന്നില്ലേ അല്ലേ? എനിക്ക് എന്തെങ്കിലും കിട്ടാതുണ്ടോ? എന്തെങ്കിലും കിട്ടാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റാത്തൊരു ചെറിയ പ്രശ്നം ഉണ്ടായിന്. അത് നമുക്ക് ചോറ് തീർക്കണം കേട്ടോ. നിങ്ങളൊക്കെ വിളിച്ചിങ്ങനെ ചോറുന്നാനാണ് കേട്ടോ. എടി ഷംന ചോറ് നോട്ടിട്ടോ. എടാ നല്ലോണം ചോറുന്നണം കേട്ടോ, സെറ്റാക്കണം. അന്നെയാണ് കാണേണ്ടത്. ഇവിടെ വാ, ഇവിടെ വാ കേട്ടോ. തരണോ? ഇവിടെ നമുക്ക് അതായത് ഈ ഇവന്റിനെ നമുക്ക് നല്ല ഇതാക്കണം. അതായത് അവിടെ തുറവ് ഇറത്തിയിട്ട് ഒന്നും ചെറുക്കന്മാരൊന്നും തിന്നില്ല എന്ന് പറയരുത് കേട്ടോ. അത് തിന്ന് പറയിപ്പിക്കണം. എടാ ഇവിടെ പണിക്കാർക്ക് ആളാവശ്യമുണ്ട്, നമുക്ക് നിസ്കരിച്ചിട്ട് തരാം. വാ, പണിക്കാർക്ക് ആൾക്കാരുണ്ട്. വാ വാ ജേട്ടാ. എടാ ഇത് എന്തല്ലേ ജേട്ടാ, ജോടുന്നോ? അല്ല എനിക്ക് നിസ്കരിക്കണോ? ദിവസം അങ്ങോട്ട് പോയി പള്ളിക്ക്. ആണോ? എന്നാ അതും പോര്. എടാ പള്ളി പോയി, ചെല്ല്. ആ ദേ നടക്കി. എടാ നടക്കിയാ പോയാലും എന്താ ഇവിടെ? എല്ലാരും പള്ളി പോയി. ഇജ്ജ് പള്ളി പോണില്ലേ? എന്നാ നിങ്ങൾ ഇവിടെ നോടി. പെരി പോണ്ട കേട്ടോ. നിങ്ങൾ ഇവിടെ നോടി. ആ എന്നാ കഴിച്ച് നമ്മളെല്ലാരും നേരെ പള്ളിയിൽ പോയിട്ട് വരട്ടെ അല്ലേ? അപ്പത്തിന് നമ്മളെ മുതലാളി ഇവിടെ അവിടെ ഉണ്ട്. ഓക്കെ, ഞങ്ങൾ പള്ളിയിൽ പോയി വരുമ്പത്തിന് നിങ്ങൾ എല്ലാം സെറ്റാക്കി വെക്കും. നിങ്ങളെ നമ്പി പോണ്. ഓക്കെ അല്ലേ? അപ്പൊ കഴിച്ച് നമുക്ക് നേരെ പള്ളിക്ക് പോയിക്കൊണ്ട് പോകാം. അവിടെ ചെക്കന്മാരൊക്കെ നിൽക്കണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എടാ പോവല്ലേ? നിങ്ങൾ ഇവിടെ ഇരുന്നോളി കേട്ടോ. അപ്പൊ കഴിച്ച് നമുക്ക് നേരെ പള്ളിക്ക് പോയി വെക്കാം. പള്ളി ഫുള്ളാണോ? അത് പ്രശ്നമല്ല കേട്ടോ. പള്ളി ഫുള്ള് കഴിച്ച് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഓരോരോ ഉടായിപ്പാളെ നിസ്കരിച്ചാൽ മതി. എടാ അത് വണ്ടി മാറി ഇറങ്ങിക്ക. ഓക്കെ എന്നെ പോണ്ട ഞാൻ നോക്കി വെച്ചിക്കണ്. പെങ്ങളെ ചെറുക്കനായി പോയി. ബാബാ ഗൈസ്, പള്ളിയിൽ എനിക്ക് തോന്നുന്നു ഇത്രക്ക് ആൾക്കാർ ആദ്യമായിട്ടാവും എത്താൻ പോണെന്ന് അല്ലേ? സാക്കിറ വാ, കാര്യല്ലേ? അതിനെ കുറിച്ച് എന്താ പറയാ? അത് നല്ലൊരു അഭിപ്രായമാണ് പറയാനുള്ളത്. എല്ലാവരും പള്ളിയിലുണ്ടാവും, എല്ലാവരും നിസ്കരിച്ചു. നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് അങ്ങോട്ട് എത്തണം. ജില്ലേ എന്റെ ഊരകനെ എല്ലാരും വരും. അമലേ ബാ നമുക്ക് ചേട്ടാ അങ്ങോട്ട് നടന്നോളൂ, വീട്ടിൽ കിടക്കി. എങ്ങനെ? ഞങ്ങൾ പള്ളിക്ക് എപ്പോ വരും? പള്ളി പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ വരും. വീട്ടിൽ കിടന്നോളി. കുറേ ആൾക്കാരുണ്ട്. അത് നോക്കിയാ കുറേ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. എല്ലാവരും പള്ളിക്ക് പോകുന്നുണ്ട്. എല്ലാവരും അതേമാതിരി തിരിച്ചു വന്നാൽ മതിയെന്ന്. ഗൈസ് നമ്മൾ ഇത്ര തന്നെ ഉള്ളൂ. ഗൈസ് നമ്മൾ ഒന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ നല്ല അടിപൊളിയായിട്ട് നടന്നുല്ലേ? അപ്പോൾ ഗൈസ് എന്നാൽ നമുക്ക് നേരെ പള്ളിയിൽ പോവാം. കുറേ നേരം പള്ളിയിൽ പോവാന്ന് പറയുന്നത്. ഇതുവരെ നമ്മൾ ഗൈസ് പോയി തുടങ്ങിയിട്ടില്ല. അവിടെ എത്തിയിട്ടില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് നമ്മളെ വർക്കിൻ്റെ ഭംഗി അറിയണമെന്നുണ്ടെങ്കിലോ ഇവിടുന്ന് അങ്ങോട്ട് നോക്കണം. അത് കാണിച്ചു കൊടുത്തരാ. പള്ളി കഴിഞ്ഞാണ് ഇങ്ങനെ പോരുന്നത്. അപ്പോഴാണ് നമ്മൾ റോട്ടിൽ നിന്ന് നമ്മളെ വിഷ്വൽ ബ്യൂട്ടി കാണുന്നത്. സെറ്റ് സാധനം. എടാ കുലിക്ക് സർബത്ത് വേഗം കഴിയും. ഫസ്റ്റ് എത്തുന്ന ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫസ്റ്റത്തെ 10 ആൾക്കാർക്ക്. എടാ വേഗം നമുക്ക് അവിടെ കുറച്ച് ക്യാപ്ചർ ചെയ്യാണ്ട് അവിടുത്തെ കുറച്ച് സീനുകൾ. ഇവിടുന്ന് അവിടെ നോക്കടാ ഗൈസ്. ഈ ഭാഗത്തു നിന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ലുക്ക് കാണുന്നത്. സെറ്റ് സാധനം. സെറ്റ് സാധനമൊക്കെയാണ്. എടാ അതേപോലത്തെ ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എടാ എന്താ പിടക്കണ്? ബാ കേറി ഞങ്ങൾ കത്തിക്ക. കേറി ബാ. എടാ ഇതേപോലത്തെ ലേറ്റ് നമുക്ക് അവിടെ പെർമനൻ്റ് ആയി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകി കണ്ണ് കാണാൻ ഗൈസ്. ഇത് കണ്ടില്ലേ? അവിടെ ആ ലൈറ്റ് അടിച്ചിട്ടാണ് ഗൈസ് നമുക്ക് ഇങ്ങോട്ടേറ്റം കണ്ണ് കാണുന്നുണ്ട്. ചേച്ചിയെ വരി. ബാ ഇത് വരുന്നുണ്ട് ഗൈസ്. എടാ കോട്ടരിമോക്ക് ഗൈസ് നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. കോട്ടരിമാളാണ് ഈ പാടി കളിച്ചിന്. കോട്ടരിമേടാ വാ പടച്ചോനെ. കോട്ടരിമ ഗൈസ് മൂഞ്ചിച്ചാന്നാ മതിയേനി. ചോട്ടിക്കൊന്നും ചാടാന്നാ മതിയേനി. ഞാൻ പോയി ചോദിച്ചോട്ടെ ഗൈസ് കോട്ടരിമ ഉണ്ടോ? കോട്ടരിമേനെ അല്ലാ കോട്ടരിമ ഉണ്ടോ? ബാ വാടാ. അതാ അവര് കഴിക്കല് തുടങ്ങിയോ? കോട്ടരമ ഉണ്ടോ? ഇവിടെ എല്ലാം സെറ്റാണ്. തൊറയായതുകൊണ്ട് ആള് മഗ്‌രിബ് സ്കെച്ചാൻ പോയിക്കണേ. അതല്ല കുട്ടികളെ കൊണ്ട് പോയതാണ്. ഇവര് എത്തുന്നതിന് മുമ്പ് നേരത്തെ എത്താൻ നോക്കിയാണ്. പക്ഷെ ഇവിടെ ചെക്കന്മാര് നമ്മളെക്കാളും ഫാസ്റ്റാ. ഫുഡ് കഴിക്കല് കഴിഞ്ഞു.
തുറക്കാൻ അറിയില്ല. എനിക്ക് ആരെയും പൊങ്ങാൻ പറ്റാത്ത കൈമുട്ടോണ്ടൊരു തട്ട് അതറിയില്ല. കുട്ടികളൊക്കെ ഫുഡ് കഴിക്കല് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞോ? ചെറുക്കന്മാരൊക്കെ കഴിഞ്ഞോ? ചെക്കന്മാരടി കഴിഞ്ഞു. എവിടെ റബ്ബേ. ആദ്യം എന്താ തിന്നേ? ഇജ് എന്താ തിന്നേ? നമ്മൾ പൊറാട്ട ഇജ് ബിരിയാണി ബിരിയാണി. അതിലേത് രസം? ബിരിയാണി. ഏത് രസം? ഓൻ പൊറോട്ട ഒന്നും ബിരിയാണി അതിലേതാ രസം? അപ്പൊ ഓൻ തിന്ന് പറഞ്ഞു. എടാ അവിടെ കണ്ട കാലി പ്ലേറ്റ് അവിടുത്തെ ചെക്കന്മാരൊന്നും എത്തിയിട്ടില്ലേ? എടാ ഇതോ എന്തുണ്ടെങ്കിലും ചോദിച്ചാൽ കേട്ടോടാ. എന്താ വാണ്ടിയെന്ന് അവിടെ വിളിച്ചാൽ മതി കേട്ടോ. മോനിട്ട പൊറാട്ടക്ക് കറി ഇതാ ഇവിടെ പൊറാട്ടക്ക് കറി. എടാ ഇതോ എന്തുണ്ടെങ്കിലും ഗൈസ് മോനിട്ട അനുവന്നൊരു വിളി വിളിച്ചാൽ മതി. അനക്കൊന്നും കിട്ടിയില്ലേ? എന്താ വേണ്ടത്? അതാ ഇവളെന്തെങ്ങനെ ഇതിനപ്പ എന്റെ പെരീന്ന് അന്നോട് കൊണ്ടുവന്നീ തിന്നേ കൊണ്ടുവന്ന വേണ്ടേ? പിന്നെന്താ വേണ്ടി കുട്ടിക്ക്? കുലിക്കാ വേണ്ടിയത്? ഗൈസ് അവിടെ ഒരു കുലിക്ക് കയ്യിന്ന് പോയിക്കണ്. അനക്കെന്താ വേണ്ടി? കുലിക്ക് സർബത്ത്. എടാ ഡാനിയോ സുമ ടീച്ചറൊക്കെ വന്നിക്കണേ. ആദുവോ ഷംന ആദുവിടെ ആദുവിന്റെ ടീച്ചർ വന്നിക്കണ പറ. ദാ ആദു എന്റെ ടീച്ചർ മാണി പോയിക്കോ. മിന്നിക്കോ ടീച്ചർ. അതാണ് നമ്മളെ ആദുവിന്റെ ടീച്ചർ. ആ സാരി ഇട്ടത് ഇതാ അവിടെ. അത് ഒളിച്ചെന്നോ അത് ഒളിച്ചിട്ടുണ്ട്. എവിടെ? അത് കണ്ടിട്ടില്ലട്ടോ ഗൈസ്. ഇതാ പോണേ. എടാ ഇരിക്കടാ ചെക്കന്മാര്. അവിടെ വെക്കുന്ന സ്ഥലം ചെല്ലടാ. ഇരുന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്നോളി, ഒരു പ്രശ്നമല്ല. ഇരുന്നിട്ട് നിങ്ങൾ കുലിക്കോ എന്താ വെച്ചാൽ കഴിച്ചോളി, നമുക്കൊരു പ്രശ്നമല്ല. ഇപ്പൊ കൊട്ടല്ലേ? ഇപ്പൊ കൊട്ടിക്കഴിഞ്ഞാൽ ചെക്കന്മാർക്ക് ഇങ്ങോട്ട് വരും. ചെക്കന്മാര് എന്തായാലും കഴിച്ചേട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട് ആംബിയൻസ്? ഇപ്പൊ സെറ്റ് ആയിട്ട് ഗൈസ് നമ്മൾ ഈ ഒരു ടൈമിനാണ് ഇവിടെ നിന്നീനെ ഇല്ലേ? ഈ ഒരു ടൈമിനാണ് ഇത്രയും നേരം കാത്തുന്നത്. ഈ ഒരു ആകാംക്ഷയോടെ നിൽക്കുന്ന ആ മൊമെന്റ് ഉണ്ടല്ലോ, ലാസ്റ്റ് എന്താവുന്നില്ലത് അതാണ് ഇപ്പൊ കാണുന്നത്. കഷ്ടപ്പാടാണ് ഇത് നമ്മളെ. ഇത് രാവിലെ തൊട്ടുള്ള കഷ്ടപ്പാടാണ്. പെയിന്റിങ് തുടങ്ങിയത് ഗൈസ് 8-ാം തീയതി തുടങ്ങിയ പെയിന്റിംഗ് ആണിത്. ഇന്ന് 15-ാം തീയതി. വീടും പരിസരം മൊത്തത്തിൽ ആംബിയൻസ് മാറി ഇല്ലേ? ഈ ഒരു ലൈറ്റും ഗൈസ് ഈ ഒരു കളറും പാടാൻ ചേർന്നപ്പോണ്ടല്ലോ നല്ല അടിപൊളിയായി. അതെ ഉമ്മ ഇരിക്കില്ലേ? ഇമ്മമ്മ നമ്മള് സപ്ലയറിന് എന്താ ഞാൻ പറയാം, വളരെ സന്തോഷം. ഇപ്പൊ എന്താ പറഞ്ഞോണ്ട് മീനെ ഇരിക്കില്ലേ? ഇരിക്കി. ഉമ്മമാക്ക് ഗൈസ് ബേജാറും ടെൻഷനുമാണ്. കാരണം ഇതിനു മുമ്പ് ഇത്ര ആൾക്കാർ നമ്മളെ പെരിക്ക് കയറിയതിനെ കണ്ടിട്ടില്ല. അപ്പൊ വന്നപ്പോ ഗൈസ് എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തല്ല. അപ്പൊ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും നട്ടം തിരിയാണ്. സന്തോഷം കൊണ്ട് ഗൈസ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇരിക്കണില്ലേ? ഇരിക്ക്. അതെന്ത് ഗൈസ് നമ്മൾ ഈ കുട്ടികളെ നോക്കിയില്ലേ ഉണ്ടല്ലോ, ഇവര് നമ്മളെ തിന്നണില്ല. ഇവിടെ ഇരിക്ക്. അതെന്തേ? എന്താ വേണ്ടി എനിക്ക്? അവൾക്ക് എന്തോ പറ്റിക്കണേ ഗൈസ്. ഇരിക്ക്. എന്നാ ഒരു കുലുക്കി സർബത്തായാലോ? പിന്നെന്താ വേണ്ടിയേ? മന കാണണോ? മന കാണണോ? മന കാണാനാ? പിന്നെന്താ? ഇരിക്കേ. ഇവിടെ ആരാ ചീത്ത പറഞ്ഞത്? ആരാ ടീച്ചർ? ഇവിടെ പെരാന്ന് പറഞ്ഞാൽ ഇതിന്റെ തൊട്ടപ്പുറത്തെ പെരയാണ്. എന്നിട്ട് ഓള് ഉമ്മാനെ കാണാൻ പറഞ്ഞ കരിയാണ്. കരിയൊന്നുമില്ല, ഇനി ഓളെ പറഞ്ഞ് കരിയിപ്പിച്ചല്ലേ. ചോറ് വേണ്ടേ? പിന്നെന്താ എന്താ പറ്റിയെന്ന് ചോദിച്ചടാ. ആങ്ങളെയാണല്ലോ. അവിടെ താത്താക്ക് എന്താ പറ്റിയ ചോദിക്കാ ചോദിച്ച് ഇരിക്ക്. ആ എന്താ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അടി മതിയെന്നോ? എന്തെന്ന് ഇപ്പൊ ബിരിയാണി ഇങ്ങനെയല്ലേ? ആര് കടി? അത് ചിക്കൻ ഗൈസ്. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത്. നമ്മൾ ചിക്കൻ ബിരിയാണി, പിന്നെ അതേപോലെ തന്നെ പത്തിരി, പിന്നെ അതേപോലെ തന്നെ പൊറാട്ട, ചിക്കൻ കറി, ഈ ഒരു 4-5. അതായത് ഇവര് നിലമ്പൂർ ടോക്സിന്റെ പ്രോഗ്രാമിന് വന്നപ്പം ഷെയ്ക്ക റൈസ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അതാണ് ഇവിടെ വെക്കാന്ന് പ്ലാൻ ചെയ്തത്. പിന്നെയാണ് മനസ്സിലായത് അത് ഇവർ രണ്ടുപേരെ കല്യാണത്തിന് ഇറക്കാൻ വേണ്ടിട്ട് ഇവിടെ ബിരിയാണി മുതുക്കി. അങ്ങനെ ഗൈസ് ഞങ്ങളൊരു പ്ലാനേ വിചാരിച്ചിട്ടില്ല. കല്യാണം എന്നുള്ളതൊന്നും നമ്മളെ മൈൻഡിലില്ല. കുറച്ച് പിന്നെ കണ്ട് ആർക്കൊക്കെ വിളിക്കണത്
ഗൈസ് നമുക്ക് അവിടെ ചെറുക്കന്മാരോട് ചോദിച്ചു നോക്കാം. അവിടെ ചെങ്ങ ഇരിക്കാൻ എന്തെങ്കിലും വാരി തിന്നാൻ നോക്ക്. എന്നാ ഇരുന്ന് തിന്ന് കേട്ടോ. എടി കഴിക്കട്ടോ. ഇവിടെ കമ്പനിക്കാരന്മാർക്ക് അവിടെ ജലപ്പളപ്പം കമ്പനി ഞാൻ നിന്ന് കൊടുക്ക്. ഇനി ഇവിടെ ഇവിടെ എന്തേലും അവിടെ ഇവിടുത്തെ തട്ട് മാറ്റണം. ഇവിടെ തട്ട് ഇവിടെ വേറെ റൈസ് മാറി കൊടുക്കും. ആ എന്താ വേണ്ടിയത്? ചോറ വേണ്ടിയത്? ഏകദേശം നമുക്ക് ചോറിന് സപ്ലൈ ചെയ്യാൻ ടൈം ആയിക്കണേ. അതാക്കണം അവിടെയാണ് റൈസ് വരുന്നത്. ഇരുന്നോളി. എടാ നിങ്ങൾ ഇരിക്കില്ലേ? എടാ ഇനി ആദ്യം ഉണ്ടല്ലോ നമുക്ക് ചോറൊക്കെ ഉണ്ടോന്ന് പോയി ഇവരോട് ചോദിച്ചു നോക്കണം. ഉണ്ടാവോ? ഉണ്ട്. നമ്മള് കേസ് വാരിക്കോരി ചവറും വായിക്ക് കൊടുക്കാനും പറ്റൂല. കാരണം ആൾക്കാരെ എണ്ണ നമുക്ക് നോക്കണം. പറയുമ്പോ പിന്നെ കൈസ് ആ ഓളത്തിലാണ് പോവുകയാണ്. ഉണ്ടാവൂടാ. കാരണം കുട്ടികളല്ലേ, 6 ആൾക്കാരെ എണ്ണം കൊടുത്തത് കുട്ടികളാണ്. എന്തായാലും കഴിക്കട്ടോ ജോസ് കഴിക്കേ. എടാ സാക്കിറ അവിടെ എല്ലാരും എനിക്ക് തോന്നുന്നു കേസ് നമ്മളിവിടെ ഫുഡിന്റെ ആളിലും കൂടുതൽ ആൾക്കാർ പോണ കുലിക്ക് സർബത്തിന്റെ അങ്ങോട്ടാണ് പോണത്. അവിടെ കേസ് ആൾക്കാർ കുടിക്കുന്നുണ്ട്. സാക്കിറൊക്കെ അവിടെയാണ്. എടാ കഴിക്കട്ടോ. നിങ്ങൾക്ക് ചോറ് എത്തിയില്ല അല്ലേ? നിങ്ങൾക്ക് ചോറിപ്പ് വരും കേട്ടോ. നിങ്ങൾക്ക് വരുന്നുണ്ട്. അവിടെ കാക്ക സീന് എന്നൊക്കെ പറയുന്നുണ്ട്. ആകെ ബ്ലോക്ക് ആയല്ലോ. ചേച്ചി കഴിക്കട്ടോ. എന്താ ചെട്ട് കഴിക്ക്. തൈപ്പ് പോലെ കേട്ടോ നോക്കി കുടിക്കേ. നമുക്ക് ആ കുലിക്ക് അടിക്കണം. അങ്ങോട്ട് പോയി നോക്കാം. എടാ നോക്കി തിന്നിട്ടോ. നോക്കി തിന്ന്. ഇതാണ് നമ്മളെ കുലിക്കിന്റെ ടീം. ഇതോ വേടന്റെ സോഡ. വേടന്റെ സോഡ കുടിച്ചാ എന്താ അവസ്ഥ? ഗൈസ് എല്ലാ സാധനങ്ങളും കേട്ടോ. അങ്ങോട്ട് ചെല്ലി. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. കുലിക്കാൻ വേണ്ടിയാ ഇതൊക്കെ ഇവിടെ കുലിക്കാൻ വെയിറ്റിംഗ് ആണോ? ആണോ? ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഗൈസ്. ഓരോന്ന് ഇച്ചതാക്കാം. എടാ നിങ്ങൾക്ക് ഉപ്പിലിട്ട് എന്തെങ്കിലും വേണം? മാങ്ങ ആർക്കും വേണ്ടിയേ? പൈനാപ്പിളോ? എന്നാ ഷംനക്കൂടെ പൈനാപ്പിൾ എവിടെ? എവിടെ? അത് പോയി. ഓള് മിന്നി. ഞാൻ എന്താ വേണ്ടിയ? എടാ ഉപ്പിലിട്ട് ആർക്കെങ്കിലും വേണോ? മാങ്ങ എന്തേലും ഇവിടെ ഉണ്ടോ? മാങ്ങ. എടാ നിങ്ങൾക്ക് മാങ്ങാണോ? മാങ്ങ പൈനാപ്പിൾ വേണ്ടിയ? മാങ്ങാണ്ടേ? മാങ്ങ കുടിച്ചോട്ടോ. തിന്നട്ടോ. ആ കൊച്ചിമുളിയാണ് ഗൈസ്. ഇവിടെ ബൂസ്റ്റ് കുടിക്ക് അടിച്ചോണ്ടിരിക്കാണ്. എടാ ആർക്കൊക്കെ അല്ല നിങ്ങൾക്കില്ലേ? ബലിക്ക് രണ്ടാക്കില്ല. അതിന്റെ ഒച്ചിമുളിയാണ് കാണണേ. പിന്നെ തള്ളിയിടല്ലേ? ഇവിടെ ആകെ ഒച്ചിമുളിയാണ്. നമുക്ക് അവിടെ നിന്ന് ചെന്നോക്കാം എന്താ ചെക്കന്മാരെ അവസ്ഥ. ചെക്കന്മാർക്ക് എനിക്കൊരു ബൂസ്റ്റ് കുടിക്കോ? ഇപ്പൊ തരാം കേട്ടോ. എടാ ഇവിടെ ബൂസ്റ്റ് കുടിക്കോ? ഞാൻ പറഞ്ഞുതരാം. അതിന്റെ അടിയിൽ കൂടെ തലയും കൂടി ചെല്ലുക. എന്നിട്ട് അവിടെ തല കാട്ടുക പോയിട്ട്. തല കാട്ടിട്ട് ഇതിന്റെ അടിയിൽ കൂടെ 3 പോയിട്ട് അവിടെ തല കാട്ടുക. എന്നോട് ഓരോട് പറയാം ഒരു ബൂസ്റ്റ് കുടിക്കുക പറയാം കേട്ടോ. ചെല്ല്. അങ്ങനെ തന്നെ അതിന്റെ അടിയിൽ കൂടെ പോയി. ഇനി ഇവിടെ നമുക്ക് ചെക്കന്മാർക്ക് വേറെ എന്തെങ്കിലും കിട്ടാണ്ട് വെച്ച് നോക്കാം. എവിടെ എന്താ ബൂസ്റ്റ് കുടിക്കാം? അവിടെ ബൂസ്റ്റ് കുടിക്കട്ടോ. എന്നാ ഇവിടെ ഒരു ബൂസ്റ്റ് കുടിക്കട്ടോ. ഇവിടെ ഒരു ബൂസ്റ്റ് കുടിക്കും. അവിടെ കൊടുത്തോ. കുട്ടിയെ കൊടുത്തോ. അത് രണ്ടാമത്തെ ബൾക്ക് കൊടുക്കണേ. ഓള് കരയുന്നുണ്ട്. എന്നാ വാ. ഇവിടെ കുട്ടികളുണ്ട്, ചെക്കന്മാരുണ്ട്. ഇവർക്ക് ഫുഡ് എന്താ അവസ്ഥ ചോദിച്ചോക്കാം. എടാ എന്താണ് നമ്മളെ ഫുഡ് എങ്ങനെയുണ്ട് പരിപാടി? സീന് കിടിലും സാധനമാണോ? എന്താ അവിടെ അവസ്ഥ? അടിപൊളിയല്ലേ? ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണോ? വെള്ളം എന്തെങ്കിലും വേണോ? എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞോ. ചിക്കൻ കിട്ടിയില്ലേ? ചിക്കൻ വേണോ? മാണ്ടേ? ചിക്കൻ കഴിക്കൂല? ആ ഇത് കഴിഞ്ഞിട്ട് അവിടെ ബൂസ്റ്റ് വിളിക്കും ഉപ്പിലിട്ട സാധനങ്ങൾ ഉണ്ടാക്കി തന്നോ കേട്ടോ. തിന്നിട്ട് വേണം പോകാൻ. തുറന്നോ? ആ പോയി. എന്തായാലും ഗൈസ് ഇനി നമുക്ക് അവിടെ ഇമ്മാൻ്റെ അടുത്തും ഉമ്മമാൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കാം. അവൾ രണ്ടാളെയും കണ്ടിട്ടില്ല. കണ്ടിനോ? നോക്കട്ടെ. ഇവിടെ ഗൈസ് അമ്മായി അപ്പാപ്പാക്ക് വാരി കൊടുക്കുന്നുണ്ട്. അമ്മായിയെ ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അടിപൊളിയല്ലേ? സെറ്റല്ലേ? അപ്പാ ഫുഡ് അടിപൊളിയല്ലേ? ഉസാറാണ്. അപ്പാപ്പാക്ക് ഉസാറാണ്. അപ്പൊ അത് കേട്ടാ മതി. അവിടെ എന്താ അവസ്ഥ? കഴിച്ചിട്ടില്ല. നേരത്തെ നോമ്പ് പറഞ്ഞ സംഭവം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നീ ഫുഡ് കഴിക്കാണ്ട് നിങ്ങൾ ഇപ്പൊ സെറ്റ് ആക്കാട്ടോ. ജസ്റ്റ് വെയിറ്റ് ചെയ്യോ. ഉമ്മ അതിനോട് പോസ്റ്റായി കുത്തിരിക്കുന്നുണ്ട്. റീന അവിടെ എന്നാ എന്താ അവസ്ഥ? ഫുഡ് തിന്നിട്ടില്ല. പിന്നെ എന്ത് കണ്ടിക്കണി? മറ്റേ ഒന്നില്ലേ? അടിപൊളിയല്ലേ?
ഇതും കൂടി തിന്നിട്ട് അതിന്റെ അഭിപ്രായം പറയണേ. ഇമ്മമ്മോടെ കാണാല്ല. അവിടെ ഉണ്ട് അതിന്റെ അടി കൂടെ കുലിക്ക് വേണ്ടി ചിലപ്പോ ഏകദേശം എത്ര ആളുണ്ട് കഴിക്കാൻ? ഇനി ഏകദേശം സെറ്റ് ആക്കാനാണ്. അങ്ങോട്ട് സെറ്റ് ആക്കാനാ? ഏകദേശം ഒരു 10 രൂപ ആൾക്കാരുണ്ടാവും. ഞാൻ ഇവിടെ സെറ്റ് ആക്കാം. ഓക്കെ നോക്കി പറഞ്ഞു കൊടുക്കി എങ്ങനെയുണ്ട് നമ്മളെ പരിപാടിയും കാര്യങ്ങളൊക്കെ? സന്തോഷമായി. എത്ര ആൾക്കാർക്ക് നമുക്ക് ഫുഡ് എടുക്കാം ഞാൻ വിചാരിച്ചില്ല, ആളില്ലാതെ നിന്നപ്പോ ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പൊ സന്തോഷം, ഭയങ്കര സന്തോഷം. അത് ഇടങ്ങാറാണ് മാറി കിട്ടില്ലേ? കാരണം ആൾക്കാരില്ലാതെ പരാതി മാറി. നമ്മൾ വിചാരിച്ച മാർക്കൊക്കെ. മമ്മക്ക് കുലുക്കി സർബത്താണോ? ഞാൻ കുടിച്ചോണ്ട് ഞാൻ ഒന്ന് കൊയക്ക് മാറട്ടെ. കുടിച്ചോട്ടോ. വേറെ കാര്യം പറയാണ്ട് നിങ്ങൾ എല്ലാവരും ചോദിക്കണ്ടാവും മുന്നേ എവിടെയാണ് രാവിലെ വരെ കഴിച്ച് നമ്മളിപ്പോൾ എല്ലാ പണിക്കും ഉണ്ടായി. പക്ഷേ ഉച്ചക്കാണ് കഴിച്ച് ഓൻ്റെ ഒരു കുടുംബത്തിലൊരു മരണം ഉണ്ടായി. അതുകൊണ്ട് നമുക്ക് വരാൻ പറ്റിയിട്ടില്ല. ആ ഒരു കാരണം കൊണ്ടാണ് മുന്നേ. പിന്നെ നബീൽ പോലെയൊക്കെ വർക്കിലാണ്, അതുകൊണ്ടാണ് ഓൽക്കൊന്നും വരാൻ പറ്റാത്തത്. എനിക്ക് കുലിക്ക് കിട്ടിയില്ലേ? അപ്പൊ ഞാൻ പോയി പറഞ്ഞാലും എനിക്ക് കുലിക്ക് കിട്ടൂല. കാരണം അവിടെ ആൾക്കാർ ഓർഡർ ഇതാവണം. കിട്ടിയോല് മാറി നിൽക്കി ഒരു വട്ടം കിട്ടിയില്ലേ? ഒരു വട്ടം കിട്ടിയോ? ഇല്ലേ. എടാ ഒരു കാര്യം പറയാണ്ട്, കിട്ടിയോല് മാറി നിൽക്കി. ആ എനിക്ക് മാങ്ങ കുറച്ചോണി എല്ലാം എന്താ കാട്ടുക. നിശബ്ദരായിട്ട് നിക്കി കേട്ടോ, തിരക്ക് കൂട്ടല്ലേ. എന്നാ എന്റെ മാങ്ങ പല്ലില്ലാത്ത അജ്ജി എങ്ങനെ മാങ്ങ അടിച്ച മാങ്ങ? ഇതാണ് മാങ്ങ. ഓനക്കൊരു മാങ്ങ കിട്ടിക്കണേ. അനക്ക് ബൂസ്റ്റ് വിളിക്ക് തരണ്ടേ സാനിയോ? അനക്ക് എങ്ങനെ ഇന്നോട് ഇത് ചോദിച്ചാൻ പറ്റണേ? ഇത്രക്കൊന്നും തിരക്കിച്ച് കാണുന്നുണ്ട്. ഇതിന്റെ അടിയിൽ നിന്ന് കഴിച്ചോളി നമ്മളോട് ചോദിക്കാം. അതിന്റെ അടി കൂടെ എങ്ങനെ കുട്ടിക്ക് എന്ന് പറഞ്ഞ് കഴിച്ച് വാങ്ങിക്കാണ്. ആൾക്കാർക്ക് സപ്ലൈ കൊടുക്കാൻ നടക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്തിട്ട് സനുവ അനക്കിപ്പോ കിട്ടും. മിക്കവാറും നമുക്ക് ഈ അടി കുറക്കാൻ വേണ്ടിട്ട് കഴിച്ച് കുറച്ചു നേരം ഒന്ന് പാട്ടിട്ടിട്ട് ഇവലൊന്ന് ഓണാക്കി കൊടുക്കട്ടെ കേട്ടോ. ഓക്കെ ഉമ്മ ചോർന്നോ? ആ ഗൈസ് പൊലം തിരക്ക് എന്ന് പറഞ്ഞാൽ പൊലം തിരക്ക്. ആ കുലിക്കിന്റെ ഒച്ചപ്പാടാണ് ഗൈസ് അവിടെ ഫുള്ള് കേൾക്കണത്. അമ്മായിയെ താത്ത എന്തെങ്കിലും കഴിച്ചില്ലല്ലോ? എന്നാ കഴിക്ക് ഗൈസ്. അവിടെ വെക്കണേ നമ്മള് അമ്മായിനൊക്കെ അവിടെ നിർത്തിക്കണേ ഗൈസ്. എന്താ വേണ്ടിയത്? എടാ ക്യാമറ എടുക്കണ ആൾക്ക് എങ്ങനെ? അച്ചാറോ? അച്ചാറൊക്കെ കഴിക്കട്ടോ. കഴിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുലുക്കി കുടിക്കാൻ. അനക്ക് കുലുക്കി തരാ. ഇവിടുന്ന് കഴിച്ച് ഓൾക്ക് കുലുക്കി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കര പോയിട്ടായാലും എനിക്ക് ഞാൻ കുലുക്കി വാങ്ങി തരും. അത് ഇപ്പൊ മേടിച്ചണ്ട. ചെക്കന്മാർക്ക് അവിടെ എന്തെങ്കിലും ഇത്രയും നേരം ഫുഡ് കഴിച്ചില്ലല്ലേ? എടാ എന്തേലും വേണോ? എന്താടാ എന്തേലും വേണോ? എന്താണ് മറിച്ചിട്ടുണ്ട്? എന്താടാ അത് ചായല്ലടാ, അതിനുള്ള ബുദ്ധിയും ഇതൊക്കെ ഉള്ളൂ. കുഴപ്പമില്ല. നോമ്പ് തലിക്കറി. എടാ കഴിക്കട്ടോ. വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അമ്മമാരൊക്കെ എല്ലാ കാര്യത്തിനും സജീവമായിട്ട് ഒപ്പം നിന്ന ആൾക്കാരാണ്. എടാ കഴിക്കട്ടോ. ഒരു കുലിക്കോ? തരാം കുലിക്കൊക്കെ തരാം. ഇതിലാക്കണ സാക്കിറൊക്കെ ഫുൾ സജീവാണ്. പിന്നെ ആക്കണ അസറും ഉണ്ട്, പിന്നെ ഇതാക്കണ അജു ഉണ്ട്. ഇജുണ്ടായിനോ? അന്നെ കണ്ടിട്ടില്ല, ഇവരെ കണ്ടിട്ടില്ല. ഓൻ അപ്പുറത്ത് ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ്. ഇപ്പൊ നേരത്തെ ഇരുന്നാലേ എടഞ്ഞ് വേറെ എന്തേലും വേണോ? രാവിലെ അല്ലേ? എടാ വേറെ എന്തേലും വേണോ? ഒരു കുലിക്ക് ആദ്യം ഇവിടുത്തെ കഴിയട്ടെ. എടാ കഴിക്കാൻ എന്തേലും ആണെന്നുണ്ടെങ്കിൽ പറയണേ കേട്ടോ. വേറെ എന്തേലും ആണെന്നുണ്ടെങ്കിൽ പറയണം. എങ്ങനെ തണുത്തള്ളോ? അങ്ങനെ കടുംപുടുത്തല്ല സാധനം ചോദിച്ചല്ലോ. നോക്കട്ടെ, തപ്പിയിട്ട് തരാം. ഫ്രിഡ്ജിലുണ്ടെന്നുണ്ടെങ്കിൽ തരാം. തണുത്തള്ളുണ്ടോ? കുടുക്കിയില് തണുത്ത വെള്ളം ഉണ്ടോ? അതിന്റെ മേലെ ഒരു സ്റ്റീലിന്റെ കപ്പും വെച്ചിരിക്കണം. ഓക്കെ, എടുത്തോണ്ടാ. ഓക്കെ ഗൈസ്, ഷംനൊക്കെ ഇവിടെ ഇരിക്കുന്നു. ഷംന എങ്ങനെയുണ്ട് ഫുഡ്? അങ്ങനെ ഫുഡ് തിരക്കൊണ്ടാണ് ഗൈസ്. മക്കള് തിന്നിട്ടില്ലല്ലോ. ആര്? ഞങ്ങൾ തിന്നിട്ടില്ല. ഞങ്ങളൊക്കെ പിന്നെ ആണോ? ഗൈസ് ഫുഡ് അടിപൊളി കഴിക്കണം. ഫുഡ് അടിപൊളിയാണ്.
രസമുണ്ട്. രസമുണ്ട്. അടിപൊളിയാണ്. ഒന്ന് തൊള്ളോണ്ട് പറയടി. അവിടെ ഇവള് മാത്രം കഴിച്ച് തൊള്ള തുറക്കും. നല്ല രസമുണ്ട്. നല്ല രസമുണ്ടാവും. അൽഹംദുലില്ലാ ഹൈർ. കേട്ടാ മതി. അമ്മയ്യെ അടിപൊളിയല്ലേ ഫുഡ്? എന്തേലും പറയട്ടോ, എന്തേലും ആണെന്നുണ്ടെങ്കിൽ പറയണം. പിന്നെ നോക്കണ ഗൈസ്, താത്ത ഇവിടെ കുട്ടിക്ക് പാൽ കഴിഞ്ഞോ? കഴിഞ്ഞു. താത്ത ചോറുന്നട്ടെ. ചോറുന്നല്ലേ? അളിയാക്ക് എത്തുവോ? പണി അറിയി വരുന്നുള്ളൂ പറഞ്ഞു. ഇനി വന്നാൽ ചിലപ്പോ വരും. കിട്ടും. എന്നാ നീ ചോറുന്നോളി, വേഗം ചോറുന്നോളി. ആ പാപ്പ ചോറുന്നല്ലേ? ഓക്കെ. കുട്ടിയൊക്കെ ഇവിടെ കരയുണ്ട്. ഇവിടെ ആകെ ഒച്ചയും പുള്ളിയാണ്. അത് ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. മിക്കവാറും അത് ഇതുകൊണ്ട് ഏകദേശം ഒരു 2 മണിക്കൂർ ആയിമ്മ നിൽക്കും. കുട്ടികളൊന്നും പരിപോകില്ല കേട്ടോ. അത് നോക്കട്ടെ. എടാ നമ്മൾ ഇരുന്നിട്ടില്ലല്ലോ, നമുക്ക് ഇരിക്കണം എന്തേലും. തിരക്കണം. ഉമ്മമാക്കണം അവിടെ നമ്മളെ മറ്റേ കുട്ടീനെ കൊണ്ട് ഇരിക്കുന്നുണ്ട്. കുട്ടീനെയും കൊണ്ട് ഇരിക്കും. 2 വാക്ക് ചോദിച്ചേക്കാം. മമ്മ ചോറ് എങ്ങനെയുണ്ട്? ചോറ് നല്ല ചോറ്. നല്ല ചോറ്. ലെമ്മമ്മക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ ഇന്നത്തെ? ഞാൻ ബിരിയാണി മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അതാണ് അടിപൊളിയത് അല്ലേ? സംഭവം തെറ്റാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൂസ്റ്റ് കുടിക്ക് കുടിച്ചോട്ടോ. അവിടുത്തെ തിരക്കൊന്ന് പോയിട്ടെ. ഒരുങ്ങിക്കോട്ടെ. ഓലത് നമ്മളെ കാര്യമല്ലല്ലോ. സന്തോഷമാണ് നമുക്ക്. അങ്ങനെ കഴിയട്ടെ. അപ്പാപ്പക്ക് വേറെ എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട. എങ്ങനെ? ഉള്ളിയോ? ആന്നാ എടുത്തുന്നോടെ. ഗൈസ് അങ്ങനെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ അവിടെ കുലിക്കേണ്ട തിരക്കിലാണ്. ഇതാകണപ്പനൊക്കെ ഫുൾ സജീവമായിട്ട് എല്ലാ കാര്യത്തിനും ഒപ്പമുണ്ട്. എല്ലാവരും അതേപോലെ തന്നെ ഉണ്ടാവട്ടെ. ഇനിയും ഇതേമാതിരിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാം. തൗഫീക്ക് പടച്ചവൻ തരട്ടെ അല്ലേ? നമ്മൾ കുറെ കാലത്തെ ഒരു ആഗ്രഹമാണ് ഗൈസ് ഇതേപോലത്തെ ഒരു പരിപാടി. ഇതിലും കൂടുതൽ വലിയൊരു സെറ്റപ്പ് വലിയവരൊക്കെ വിളിച്ചിട്ട് നല്ല നോലുപോറ അത് നമുക്ക് സെറ്റാക്കാം ഇൻഷാല്ലാ. അപ്പൊ പ്രാവശ്യം നമ്മൾ കുട്ടികളല്ലേ ആക്കിയത്, ഇനി നമ്മളെല്ലാരും കൂടി ആക്കും ഇൻഷാല്ലാ. അതിനുള്ളത് കെൽപ്പ് നമുക്ക് പടച്ചവൻ തരട്ടെ അല്ലേ? അത്രേ ഉള്ളൂ. ഇല്ലടാ എനിക്കെന്താ പറയല്ലേ ഇതിനെ കുറിച്ച്? എനിക്ക് ഗൈസ് ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇങ്ങനൊന്നും ഇത്രയൊക്കെ സെറ്റപ്പ് ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഗൈസ്. എന്തായാലും ഇത്ര നല്ല അടിപൊളിയായിന് ഞാൻ എന്താ പറയുക, നമുക്ക് പറയാനുള്ളത് ഗൈസ് ഈ ടീം ചെയ്ത കാനോട് തന്നെയാണ് പറയാനുള്ളത്. ഒക്കെ സെറ്റാണ്, അടിപൊളിയാക്കിക്കണേ. ഫുള്ള് സെറ്റ്, ഒന്നും പറയാനില്ല. നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ? ഫുഡ് കഴിച്ചു നിങ്ങളെ കഴിപ്പിച്ചിട്ട് നമ്മൾ കഴിക്കുള്ളൂ. നമുക്ക് ഒപ്പിരിക്കാം, നമുക്ക് ഒരുമിച്ചിരിക്കാം. എങ്ങനെ നമ്മളെ കാര്യത്തില് നമുക്ക് ഏതായാലും ഒരു കുറ്റം കാണും. ഞങ്ങളെ പേടി എന്താ അറിയോ? ഒന്നാമത് കറണ്ട്, പിന്നെ ഒന്ന് കോട്ടരുമ. അത് രണ്ടും ഗൈസ് ഭാഗ്യത്തിന് കോട്ടരുമ ഞങ്ങൾ പുറത്തേക്കും വിട്ടു. ഞങ്ങളോട് സാധനം കൊണ്ടുവന്നു. പിന്നെ ഗൈസ് കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ഗൈസ് ജനറേറ്റർ വരെ, ഇൻവേർട്ടർ അല്ലത്, ഇൻവേർട്ടർ വരെ ഗൈസ് കൊണ്ടുവന്നിക്കണ്. അപ്പൊ ആ ഒരു എല്ലാം കഴിഞ്ഞു, സമാധാനായി. അപ്പോഴാണ് ഗൈസ് ഒന്ന് സമാധാനമായിട്ടോ, കാരണം തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞു. എടാ എല്ലാരും പെരീക്കനെ എത്തിക്കണോ അവലെ കുട്ടികള്? ഫുഡ് കഴിക്കും, കുട്ടികളെ എത്തിക്കാണോ? അത് കുഴപ്പമില്ല, നമുക്ക് ഇതിപ്പോ കഴിഞ്ഞിട്ടായാലും നമുക്ക് ഫുഡ് കഴിക്കാം, അത് പ്രശ്നമില്ല. ഈ കുട്ടികളൊക്കെ പെരീക്കനെ എത്രയുണ്ടോന്ന് അറിയണം. എടാ ഇതൊക്കെ നമ്മള് കഴിച്ചോണ്ട് പെരീ തന്നെ പോകണട്ടോ, ബഡ്ജറ്റ് എഴുതേ കേട്ടോ. ഇവിടെ കണ്ടില്ലേ ഗൈസ്, ഇവിടെ ഒന്നും തിന്നില്ല അല്ലേ? ഇതെന്തൊന്നും തിന്നാഞ്ഞേ? ബൂസ്റ്റ് കുടിക്കാൻ 3 തിന്നു. പൊറാട്ടയും 4-5 പൊറാട്ട അതിലായി അറിയോ? അപ്പൊ 4-5 പൊറാട്ട തിന്നു അല്ലേ? ഇനി വേറെ ബിരിയാണി അല്ലേ? പൊറാട്ട പത്തിരി നമ്മൾ ലിസ്റ്റിലില്ലാത്ത പത്തിരി തിന്നില്ലേ? അത് മതി കേട്ടോ. അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ സംഭവം നടന്നിരിക്കുകയാണ്. ഇവിടെ കറണ്ട് പോയിരിക്കുകയാണ്. എടാ എല്ലാരും ഫ്ലാഷ് ഓഫ് ആക്കിക്കോ, അല്ലെങ്കിൽ കോട്ടർമേ വരും. എന്തേ പോയില്ലാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് ഇത് പോയത്. അതന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ KCB ഗൈസ് ഭയങ്കര വിശ്വാസമാണ്. എടാ ആ കുലിക്ക് സേവ് ആക്കിക്കോട്ടോ, അല്ലെങ്കിൽ കുലിക്കൊന്നും ഉണ്ടാവില്ല അവിടെ. ചെക്കന്മാർ ഇതുകൊണ്ടോ നിങ്ങളൊക്കെ നിങ്ങൾ തന്നെ നോക്കാം, അല്ലെ അതിലൊന്നും ഞങ്ങൾ ഉത്തരവാദികളല്ല. അതന്നെ കുലിക്കൊക്കെ സേഫ് ആക്കിക്കോ. പൊളിക്ക് സേഫാണ്. ബൂസ്റ്റ് പോകുന്നുണ്ട്, കട്ടുണ്ട്, കള്ളന്മാര് കൊണ്ടുപോണ്ട്. ഈ ബൂസ്റ്റിന്റെ ഒക്കെ കഴിച്ച് എണ്ണ എടുക്കണം. ചെറിയപ്പോ ചെറിയപ്പോ എന്താ ഫുഡൊക്കെ? ഞാൻ കഴിച്ചില്ല, കഴിക്കാൻ വരുന്നില്ലല്ലോ. കറണ്ടും പോയി. ഞങ്ങളിപ്പൊ പറഞ്ഞ് നാവ് കൊടുത്തിട്ടുള്ളൂ. ഭാഗ്യം കറണ്ടൊക്കെ നല്ല രീതിയിൽ തന്നെ നിന്നു. ജനറേറ്റർ ഇപ്പൊ അടിച്ചു, അപ്പൊ കുഴപ്പമുണ്ടാവില്ല. ഇപ്പൊ ചെയ്യാ, ജനറേറ്റർ ഇപ്പൊ ആക്കണുണ്ടാവോ? ഇവിടെ കോട്ടയമുണ്ട്. കുറച്ചു താരാ.
ആ ഔത്ത് മാത്രം കറണ്ട് ഉണ്ട് ഗൈസ്. ഇപ്പം കണ്ടുപിടിച്ച കഴിവാണത്. ഇതാ ഔത്ത് മാത്രം കറണ്ട് ഉണ്ട്. ബൾബാണ്. നോക്കട്ടെ എടാ ഇപ്പൊ പാറ്റ കഴിഞ്ഞാടും. മോയന്തപ്പ തരാ. അത് അങ്ങനല്ല. അയ്യോ രസല്ല വേണ്ട, രസല്ല. പോയി അങ്ങനെ നമ്മളെ കറണ്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ആണോ ജനറേറ്റർ ഓണാക്കിയത്? ആദ്യമായിട്ടാണ് കഴിച്ച് നമ്മളെ പെരിയിൽ ഒരു ജനറേറ്റർ ഓൺ ആവണത്. നോക്കട്ടെ. ആ പറച്ചോ ഓന്റെ ഇപ്പൊ വർത്താനം പറയുന്നതാണ് ഞാണ്ടല്ലോ. വർത്താനം തീരൂല. അതാ ജനറേറ്റർ പിന്നെ ഓഫ് ആയി. പട്ടാളം പിന്നെ വായിക്കാനുള്ള പറയണേ. കോട്ടൺ വരുന്നുണ്ട്. ഞങ്ങൾക്ക് വാണ്ടിയൊക്കെ അവിടെ ഉണ്ട്. അവിടെ എന്നാ മതി. അത് പറയാൻ ഇങ്ങോട്ട് എത്തുമ്പോൾ കയറി വന്നത് എന്റെ മേത്ത് കോട്ടരമുണ്ടെന്ന്. ബാടാനു ബാ ജനറേറ്റർ ഇവിടെ കത്തിക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ ജനറേറ്റർ കത്തിച്ചുകൊണ്ടിരിക്കാണ്. എടാ ഇത് ഓണാക്കല്ലേ? എടാ ഇത് ഓണായിക്കൊണ്ടിരിക്കാണ്. ആദ്യമായിട്ടാണ് ഗൈസ് നമ്മളെ പെരിയിൽ ഒരു ജനറേറ്റർ വർക്ക് ചെയ്യാൻ പോണത്. എടാ ഇത് കറണ്ടിന് തന്നെയല്ലേ വർക്ക് ചെയ്യല്? പെട്രോള് അല്ലല്ലേ കറണ്ടിന് എങ്ങനെ വർക്ക് ആവുന്നു ഗൈസ്? കറണ്ട് പോയി കഴിഞ്ഞാൽ കറണ്ടിന് വർക്ക് ആവില്ലല്ലോ. പെട്രോളിലാണ് ഗൈസ് വർക്ക് ആവുക. ഒക്കെ തന്നെ ഷോർട്ട്. എന്തായാലും ഗൈസ് കൊണ്ട് നീ മെച്ചായിട്ടോ. പെട്രോൾ ഉണ്ട് അതിന്. പെട്രോൾ ഡീസലാ? പെട്രോൾ ഇല്ല. പെട്രോൾ വണ്ടിയിലുണ്ട്. എന്തോ സാധനമാണ്. ഗൈസ് വന്നു. എങ്ങനെ ഈ സൈഡത്തെ കണക്ഷൻ എത്തൂലല്ലോ. ഇത് വേറെ കണക്ഷനല്ലേ ഗൈസ്? ഈ സൈഡിക്ക് വേറെ കണക്ഷനെ കൊടുത്തിക്കണേ. നമ്മൾ നേരെ മേളത്തത് നോക്കട്ടെ. ജനറേറ്ററിന്റെ സൗണ്ട് ഞാൻ ഇപ്പൊ കുറച്ച് തരാം കേട്ടോ. സൗണ്ട് ഇറക്കാനേ ബാങ്ക് കൊടുക്കണ്ടേ. അവിടെ എല്ലാവരും ചെക്കന്മാർ നിശബ്ദരാകാൻ പറഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഗൈസ് ഇവിടെയൊക്കെ പരാതിയാണ്. പെങ്ങന്മാർക്ക് പരാതിയാണ്. ഇവിടെ കിട്ടിയില്ല. ചെറുക്കന്മാരൊക്കെ ഗൈസ് ഏകദേശം പുറത്തേക്ക് പോകുന്നുണ്ട്. എടാ പോണവരൊക്കെ പെരീക്ക് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. എന്ത് സമാധാനം ആ എന്നെ ഇപ്പോഴാണ് ഗൈസ് ഒരു ഒച്ചയും കൂടിയാണ് പോയി അല്ലേ? മധുരല്ലാന്നോ? മധുരല്ലാന്നോ? അമ്മായിക്ക് ഷുഗറാണ്. മധുരല്ലാന്ന്. എടാ നീ പഞ്ചസാര ഇട്ടിട്ടില്ല. പഞ്ചസാര മറന്നു ഗൈസ്. പഞ്ചസാര മറ്റേതല്ലേ എന്ത് നന്നായി ആ എന്തോ നന്നായി ഉണ്ടടാ മധുരമില്ലാത്ത. അമ്മായി എഴുതി ഇത് ഏതാ കുലുക്കി? ഇങ്ങനെ കുലുക്കി അത് കഴിച്ചിട്ടില്ലല്ലോ എഴുതി. ഇതിലില്ല ആണോ? അമ്മായി ഒന്നൊക്കെ മധുരമായിട്ട് കുടിച്ചാന്ന്. ഷുഗറിലെ ആളാണ്. എന്ത് ആ കണ്ട അതിനിവിടെ ഒന്നും കഴിച്ച് നമ്മക്കറിയില്ല. നമ്മള് കഴിച്ച് വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഇവരൊന്ന് കഴിഞ്ഞിട്ട് വേണം. ഇതെന്തിലാ വർക്ക് ചെയ്യണമെന്ന് അറിയോ? എന്തല്ലേ ഇതേപോലെ ഒന്ന് വാങ്ങിയതില്ലേ? അതെ എത്ര പെട്രോളാ അറിയോ? ആ എന്നാ വേണ്ട. എങ്ങനെയുണ്ട് സാധനം? ഇതേനുണ്ട് അതൊക്കെ രസം. അതൊക്കെ നല്ല രസമുണ്ട്. ഐസോടത്തൊക്കെ രസമുണ്ട്. എടുത്ത് തിന്നോടെ. എടാ അവളെ ഉമ്മമാക്ക് എടാ കുളിക്കുന്ന സ്ഥലത്തൊക്കെ ആ ചെക്കൻ കൊണ്ടേ കൊടുക്കണേ. മാതമ്മ ചോദിച്ചു നോക്കാം. അവിടെ ഇന്ന് കുളിക്കുന്നുണ്ട്. ഏത് ചോറും പ്ലേറ്റ് തന്നെ മാറ്റണ്ടേ? മാറ്റാം. തന്നെയാണല്ലോ ആ ചങ്ങായി ഇപ്പൊ ആ കാക്ക പിടിക്കാൻ പോയിക്കണേ ചോറ്. ഇത് ചോറ് വേണം പറഞ്ഞിട്ട് കൊയിച്ചടിച്ചല്ലേ? എടാ ആ ചെറുക്കന്മാർക്ക് എല്ലാവരും പെരിക്കാനെ പോയതാ. കുട്ടികളൊക്കെ ചോദിച്ചു കാണാനായിട്ട് കഴിച്ച് ഓരോരുത്തർ ഉമ്മമാരൊക്കെ വന്നീനി കൊണ്ടുപോകാൻ കുട്ടികളെ. കുട്ടികളൊക്കെ ഇപ്പൊ ഹാപ്പി ആയില്ലേ? ഞാൻ ഹാപ്പിയോ? ഞാനാണ് അടങ്ങിയാറായി കുട്ടികളെ കൊണ്ട്. സ്കൂളിൽ പോയാലും കൂടി അതാണ് ഞാൻ തുടങ്ങിയപ്പോ പറഞ്ഞത്. ഓണാക്കാൻ കുട്ടികളാണ് സീനാവുന്നത്. നമ്മളെ ഫാമിലിയാണ് വിളിച്ചത്. പൊളിച്ച് സാധനം കൊടുക്കാം. ഉമ്മ ഇനിയിപ്പോ എടാ ചെറുക്കന്മാരൊക്കെ പെരീക്ക് എത്തി. ചെറുക്കന്മാരെ ആദ്യം എല്ലാരും പെരീക്കനെ പോകണട്ടോ. കഴിഞ്ഞോ? എടാ നിങ്ങളതൊക്കെ ഓക്കെ അല്ലേ എല്ലാരും? എന്നാ എല്ലാരും പെരീക്കനെ പോകണട്ടോ. എടാ നമ്മളെ നാട്ടിലത്തെ നമ്മളെ പെരീത്തെ കുട്ടികളൊക്കെ ഉണ്ട് അവിടെ. അയക്കാളൊക്കെ ഇങ്ങോട്ട് വലിച്ചട്ടെ. എടാ എല്ലാരും കഴിച്ചില്ലേ? അടിപൊളിയല്ലേ? സെറ്റല്ലേ? എടാ എങ്ങനെയുണ്ട് ഫുഡിനെ പറ്റി പറയും. ആ രസമുണ്ട്. ഫുഡ് കഴിച്ചോ? ഇനി എന്താ വേണ്ടി എനിക്ക്? ഒന്നും വേണ്ട. എന്തെങ്കിലും പോയിക്കോളി കേട്ടോ. പെരീക്ക് പോകട്ടോ. അന്റെ അനിയനോടെ ഡാ അന്റെ അനിയനോടെ
അറിയില്ല അല്ലേ? ഓനെ ഞാൻ തപ്പണം കഴിച്ചു. പെരീക്ക് പോണം കേട്ടോ, പെരീക്ക് പോണം. കാക്കാനിപ്പോ നടന്നോട്ടോ. എവിടെയോ ഇവിടെ അടിയിലുണ്ട് ഇമാതിരി പൂട്ട സാധനങ്ങളൊക്കെയാണ്. എങ്ങനെ കാണാം? നേരെ പെരീക്കൊക്കെ കേട്ടോ. ഇപ്പുറത്തൊക്കെ ഫുള്ള് കാടാണ്. നമ്മളെമ്പാടെ നോക്കണം. ചെക്കന്മാരായിക്കൊടുത്തും പോകാൻ പറ്റൂല, ജന്തുക്കളൊക്കെ ഉണ്ടാവും. ചെക്കന്മാരെ കറക്റ്റ് ആക്കി കൊടുക്കണം, അല്ലാന്നല്ലേ നമുക്ക് പണിയാ. ജാപ്പിയല്ലേ, എന്താ എനിക്ക് പറയാനുള്ളത്? നല്ല ടേസ്റ്റ് എല്ലാ സാധനത്തിനും. ഇവരെപ്പോൾ ആക്റ്റീവായ 2 ടീമിനെയും പാടെ കിട്ടിയാണ്ടല്ലോ, സംഗതി ഉസാറായി. ഇതിപ്പന്മാർക്ക് അനക്കെന്താ പറയാനുള്ളത്? നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. അനക്കെന്താ പറയാനുള്ളത്? നല്ല സൂപ്പറാണ്. അനക്കെന്താ പറയാനുള്ളത്? അടിപൊളി. ഭയങ്കര ആക്റ്റീവ്. എടാ എല്ലാരും പരീക്ഷന് പോണേ കേട്ടോ. മുന്നാസേ എന്താ എനിക്ക് പറയാനുള്ളത്? എന്താ പറയാ, നല്ല ഫുഡാണ്. പിന്നെ പരിപാടി ഉസാറായി അല്ലേ? ഇനിയും ഗൈസ് ഇതിലും നല്ല പരിപാടികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റട്ടെ ഇൻഷാ അല്ലാ. ആ എടാ ഇനിയൊരു പരിപാടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഇന്റെ അല്ലെങ്കിൽ ഓന്റെ നിക്കാനോ കല്യാണത്തിനേക്കാരോ കേട്ടോ. പ്രാർത്ഥിക്കണ്ടെന്നോ? ഗൈസ് അതിനൊക്കെ ഇഷ്ടം പോലെ ടൈം പ്രാർത്ഥിച്ചാണെങ്കിൽ പ്രാർത്ഥിച്ചോട്ടെ. എവിടെയാണ് അപ്പുജി പറയും? തരാം, എല്ലാവർക്കും തരാം. 5 ചൂടാവണം. കറണ്ട് വീണ്ടും പോയി. കറണ്ട് വന്നാണ് കാരണം ലൈറ്റ് എത്തിക്കണേ, മീറ്റർ എത്തിക്കണല്ലേ? എല്ലാവർക്കും തരാം. കറണ്ട് എത്തിക്കണം. ആ ലൈറ്റ് ഇട്ടാണ്, ആ ലൈറ്റിന്റെ പ്ലഗ് പോലെ അങ്ങോട്ട് കൊടുക്കണം. എന്നാല് അന്റെ ചെറുക്കനെ കൈക്കൂടെ നടക്കുന്നുണ്ട്. നീ കഴിച്ച് നമ്മളെ ഫാമിലിയൊക്കെ ഒന്ന് ഇവരൊക്കെ ഒന്ന് ചെക്കന്മാർക്കൊന്ന് നമ്മൾ പറഞ്ഞേക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഗൈസ് ആർക്കും മുടക്കില്ലാത്ത രീതിയിൽ നമ്മളെ പരിപാടി അതിഗംഭീരമായിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഇതാക്കണ ചെക്കന്മാരൊക്കെ കുട്ടികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ എല്ലാവരും പോയി. ഇനി ഇതാക്കണേ നമ്മളെ ചെറിയ ചെക്കന്മാർ, അതായത് നമ്മളെ പ്രായക്കാർ അല്ലേ സാക്കിറ? പോവാടാ. താങ്ക് യുടാ, എല്ലാ കാര്യത്തിനും സഹായിച്ചു തന്നതിനല്ലേ പരിപാടി. അത് നമുക്ക് ഇതാക്കാം, അത് നമുക്ക് ഇതാക്കാം. ഇന്ന് ഇതാക്കണോ നാളാക്കണോ എന്ത് ചെയ്യാം, നമ്മളുണ്ടല്ലോ. ഇതില് പോയിക്കോട്ടെ. ഒരു ലോഡ് എന്തിറക്കാല്ലേ? ഈ സാധനങ്ങളൊക്കെ ഇറക്കണ്ടോ? മൊത്തം ഇറക്കണ്ടോ? ടേബിള് ഇതോ ഇവിടുന്ന് ഉരുട്ടിടാ, താഴത്തേക്ക് ഇറക്കല്ലേ? ഈ വജികൾ ഉരുട്ടിടാ. ടേബിളും ചേർന്ന് ആളെടുക്കാം. ആണോ? സാക്കിടെ പോവല്ലേ? ഞാൻ ഇവിടെ യാത്ര ആക്കാൻ വേണ്ടി നിൽക്കണം, പക്ഷെ യാത്ര അയക്കണില്ല. ഇവിടെ നിൽക്കട്ടോ, 2 ബൂസ്റ്റ് എടുക്കും കൂടി കൊടുത്താ അവിടെ സംഘടന മാറട്ടെ കേട്ടോ. നിക്ക് പോലെ ഗൈസ്. ഇവിടെ നമ്മളെ ഇവന്റിന്റെ ആൾക്കാർ ഇപ്പോഴാണ് ഫുഡ് കഴിക്കണം. ഒരു ഇത്രയും നേരം കാത്തു നിന്നിട്ട് ഓല് ഇപ്പോഴാണ് ഫുഡ് കഴിക്കണേ. ഫുഡ് കഴിക്കും. ഞങ്ങള് കഴിച്ചോണ്ട് കറണ്ട് വരിക പോകുക. ഇത് നമ്മളെ KCB-ന്റെ ഇത് എന്താ മാതൃക ആണോ? വേണ അങ്ങനെ ഗൈസ് നമ്മളെ സീറ്റ് വെച്ചിട്ടുണ്ട്. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ ഇവന്റിന്റെ ആൾക്കാർ ഫുഡ് കഴിക്കാണ്. എന്താ പറയല്ലേ? എല്ലാം ഹാപ്പി ആയി. നിങ്ങളെ സന്തോഷം കൊണ്ട് വിചാരിച്ച അത് കിട്ടി ഇവിടെ. പിന്നെന്താ ഹാപ്പി ഇട്ട് എന്താ ചാമ്പ്യൻസ് അല്ല ആംബിയൻസ് അല്ലേനോ? ചെക്കന്മാർ അലമ്പ്, എല്ലാരും അലമ്പ്, ആകെ അലമ്പ്. അവിടെ രസമായി, പരിപാടിയാണ് ഗംഭീരായി. ടൈം പോയത് അറിഞ്ഞില്ല. കുലുക്കി അടിച്ചേന് കുലുക്കി നമ്മൾ തന്നെ അടിച്ചേന്, എല്ലാം നമ്മൾ തന്നെ. എന്താ അവസ്ഥ? എന്താ ഷറല്ലേ? അങ്ങനെ ചോദിക്ക്. ഇത് 2 ആൾക്കാരെ വൈഫാണോ? ഇതിലേതാണ്ട് വൈഫ്? എന്റെ വൈഫ് അത് മറ്റേത് നമ്മളെ ബ്രദറിന്റെ വൈഫ്. എന്താ പറയല്ലേ? എന്താ പറയാനുള്ളത്? അടിപൊളിയായി. എല്ലാരും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു, ഭയങ്കര അടിപൊളിയായി. എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതണ്. ഞമ്മക്ക് നമ്മളെ ഹോമിലി ഫീൽ കിട്ടി ഇവിടെ വന്നപ്പോ. അടിപൊളി ഫാമിലിയാണ് നിങ്ങളത്. ഇങ്ങനെ സെറ്റപ്പ് ആവുന്ന നമ്മൾ വിചാരിച്ചിട്ടില്ല, നമ്മൾ ഇത്രക്കൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഈ ഒരു ആംബിയൻസ് ഇവിടെ ലൈറ്റും പിന്നെ ഈ പെയിന്റും പാടെ അടിച്ചുകൊണ്ടാണ് കൈസ് ഒന്നും പാടെ ഉദിപ്പുള്ളത്. അത് നമുക്ക് പറയാൻ പറ്റൂല, കാരണം 4-5 ദിവസത്തെ നയിപ്പാണ് കൈസ് ഈ പെയിന്റ് അല്ലേ. അത് ഇതിന് വേണ്ടി അടിച്ചാൽ നമ്മൾ വെറുതെ അടിച്ചാണ്. പിന്നെ കളറായി. നിങ്ങൾ കഴിക്കും, ഞങ്ങൾ കഴിച്ചോ. ആകെ ഉള്ളത് പൂച്ചാളാണ്. ആണോ? നമ്മളെ പൂച്ച അതിലൊന്നും പോകൂല. നമ്മളെ പൂച്ച തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രം തിന്നോളൂ. ചിക്കനും വേണ്ട, മീനും വേണ്ട. അപ്പൊ ഒരു പേടിയും പേടിക്കണ്ട. ഉമ്മമ്മ എല്ലാവർക്കും ഉമ്മമ്മയോടാണ് ചോദിക്കേണ്ടത്. എന്താ പറയാനുള്ളത്? ഇമ്മമ്മ ഞങ്ങളെ പ്രയത്നം കണ്ടതാണ്. ഓലൊക്കെ നയിപ്പും ഉമ്മമ്മ കണ്ടല്ലേ? നല്ലോണം കണ്ടാണ്. ഒരു ബുദ്ധിമുട്ട് അല്ല, ഒരു മോശം പറയല്ലോ മക്കളെ. അടിപൊളിയാണ്. അടിപൊളിയായിട്ട് ഗൈസ് അതാണ് നടന്നു, അതാണ് കഴിഞ്ഞു എന്ന് പറയാം അല്ലേ? കഴിഞ്ഞു അല്ലേ? പരിപാടി കഴിഞ്ഞു.
ആര് കുട്ടിയില്ലേ? നമുക്ക് ഇവിടുത്തെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടിട്ട് തുടങ്ങാൻ നോക്കട്ടെ. ഇവിടെ തിന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ അങ്ങോട്ട് തുടങ്ങല്ലേ. ഓക്കെ. ഇന്നാണ് ഗൈസ് ഈ ലൈറ്റിന്റെ ഒക്കെ ഒരു ലാസ്റ്റ് ദിവസം. അത് കഴിഞ്ഞാൽ ഗൈസ് ഈ ലൈറ്റും സെറ്റപ്പ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല. കറണ്ട് പോയിക്കണേ വരുന്നു. ഇതാണ് ഗൈസ് നമ്മളെ കറണ്ടിന്റെ അവസ്ഥ. അങ്ങനെ ഗൈസ് കുറച്ച് സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു പോയി അല്ലേ, കഴിഞ്ഞു. തിരിച്ചു പോവുകയാണപ്പോ അല്ലേ, സ്വന്തം തറവാട് വിട്ടാണ്ട് ഇവിടെ പോവാണ്. തറവാടൊക്കെ ആകെ മോഡിഫൈ ചെയ്താണ്. ഞങ്ങൾ പിരിഞ്ഞു പോകുന്നല്ലേ? അല്ല, പെരി പോവല്ലേ, ഇന്നിവിടെ നിക്കാൻ പറഞ്ഞല്ലേ, ചാടൂട്ടി പോവല്ലേ. നിക്കാൻ പറ്റില്ല, വലിയ ആൾക്കാർ ഗൈസ്. എല്ലാരും ആക്കണം ഇവിടെ. എല്ലാരും ആർക്ക്? കുട്ടിക്കല്ലേ? കുട്ടിക്ക് കേസാണ്, ചൂടാണ്, ശീലിപ്പിച്ചിട്ടാണത്. ചൂടാണ്. സാരല്ല, എന്തായാലും റെഡി ആയിക്കോട്ടെ. കുഞ്ഞാമ്മ ഇറങ്ങാ. ഇനി എന്താണ്? ഇനി നമ്മൾ അവിടെ കൂടണേ. അവിടെ നോമ്പർപ്പിച്ചിലും പരിപാടി ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ കൂട്ടണേ. ബുധനാഴ്ച. ആ ഓക്കെ, ഇൻഷാല്ലാ അവിടെ സെറ്റ് ആക്കാം അല്ലേ. പറഞ്ഞാണ് റിച്ചു. ഓൻ 18-ാം തീയതി എത്തുന്നല്ലേ പറഞ്ഞേ? 18-ാം തീയതി എത്തും. എങ്ങനെയുണ്ട് ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളും സെറ്റായോ? സെറ്റ്. പെയിന്റ് കൂടെ അടിച്ചപ്പോ ഡബിൾ സെറ്റായി. എന്താ എനിക്കും അറിയാല്ലേ? ഒന്നും പറയല്ല. പരിപാടി എങ്ങനെയുണ്ട്? കളറായി. ഓക്കെ. നമ്മടാ ഇംഗ്ലീഷാണ്. പോവാ എന്നാ ഇനി വേഗം വിട്ടോട്ടെ. ഈ ഭാഗത്തേക്ക് ഇനി കാണരുത് തന്നെ. അങ്ങനെ ഗൈസ് എല്ലാരും ഇറങ്ങുകയാണ്. വേറൊരു കാര്യം, മുന്നേ ചെറിയൊരു ചടങ്ങുണ്ടായിരുന്നു ഓനക്ക്. അപ്പൊ അത് കഴിഞ്ഞോണ്ട് പോകാൻ പിന്നെ ഇവിടെ എത്തി. ഫുഡ് കഴിച്ചോ? ചെക്കൻ്റെ വോയിസ് പോയിക്കണേ. അതായത് കുലിക്ക് അടിച്ചടിച്ച് കുടിച്ച് ഇടക്കരങ്ങാടിത്തെ മൊത്തം കുലിക്കപ്പം കുടിച്ചാണ്. എന്നിട്ട് വോയിസ് പോയിക്കണേ. വോയിസ് ഡബ് ചെയ്യാന്നാ പറയണേ. അപ്പൊ ഞാൻ എന്തായാലും ഇപ്പം ഫുഡ് കഴിച്ചിട്ടില്ല, ഞങ്ങളും ഫുഡ് കഴിച്ചിട്ടില്ല. പിന്നെ ഇപ്പം ഇരുന്ന് കൊടുക്കണഞ്ഞ്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ഇവരും ഞാൻ എൻ്റെ ബാക്കിൽ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാ ഫുഡ് ഇവർക്കെല്ലാം ഫുഡ് കൊടുത്തില്ലേ? കുറച്ച് ഫുഡ് ഉണ്ടായിന്. അപ്പോൾ അതും കൂടി പാക്കായി കൊടുത്തു. എന്നാ ഇനി ഓക്കെ ഇൻഷാല്ലാ. എനക്കെന്താ പറയല്ലേ, 2 വാക്ക് ഒക്കെ എടുത്തിട്ടില്ലേ? എല്ലാ സാധനം എടുത്തിട്ടില്ലേ? വേഗം രാത്രി ആവുന്നതിന് മുമ്പ് വേഗം വിട്ടോളി. അല്ല രാത്രി ഞാൻ ഇങ്ങോട്ടാവാനല്ലേ ആക്കി തരണോ? എന്നാ വാ നടക്കി കമോൺ. അപ്പോൾ ഗൈസ് ഇവർ ഇന്ന് ഇവിടുന്ന് പോവുകയാണ്. മറ്റോളി ഇനി ഇപ്പം പോകുന്നുണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ആക്കി തരാം. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ നമുക്ക് 18-ാം തീയതി ഓലോടല്ലേ കാണാം. ഇനി ഇവിടെ ഇഷ്ടംപോലെ പണിയുണ്ട്. ഈ സാധനങ്ങളൊക്കെ കഴിച്ചാലുണ്ട്. 18-ാം തീയതി ഇൻഷാല്ലാ സെറ്റ് ആക്കാം നമുക്ക്. അതായത് ഗൈസ് ഇപ്പൊ നമ്മൾ ലേറ്റ് അയക്കണില്ല, അത് ഉമ്മമ്മ പറഞ്ഞിട്ട് ലേറ്റ് അയക്കണില്ല. ഉമ്മമ്മ കണ്ട പോലെ പോണത്. ആ ചെക്കന്മാര് വന്ന് ഗൈസ് പണി ഉണ്ട് ഞാൻ അപ്പൊ പറഞ്ഞിട്ടുള്ളൂ. അപ്പത്തിന് ഗൈസ് ചെറുക്കന്മാർ ഇവിടെ എത്തിക്കണേ. എടാ ലേറ്റ് ഇപ്പൊ അയക്കണില്ല, കാരണം ഉമ്മമ്മ പറഞ്ഞു, ഉമ്മയും മമ്മിയും പറഞ്ഞു. അതാ ഒരു ഉമ്മമാരുടെ അടുത്ത് പോകുന്നുണ്ട്. ഉമ്മയും മമ്മിയും പറഞ്ഞു ഗൈസ് ലേറ്റ് ഇന്നത്തെ ദിവസം ഒന്ന് ഇവിടെ വെക്കി, നാളെ നിങ്ങൾ കൊണ്ടുപോയിക്കോളി പറഞ്ഞു. അപ്പോൾ ഓല് പറഞ്ഞു ആയിക്കോട്ടെ, നമുക്ക് ബെഞ്ചും ഡെസ്കൊക്കെ വേണമെങ്കിൽ ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോവാം, ഇപ്പോൾ കൊണ്ടുപോവാം. കാരണം ഗൈസ് ഇനി ഈ ലൈറ്റ് ആംബിയൻസ് ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഒരു ദിവസം കൂടി നമുക്ക് നീട്ടി തന്നിക്കണമല്ലോ. ഓക്കെ ഗൈസ് നമ്മൾ ഇവലെ കൊണ്ടാക്കിയിട്ട് വരട്ടെ. ഓക്കെ പണി കേട്ടോ, ഫുൾ പണിയാണ്. അതന്നെ പണി. പണിയല്ലേ വണ്ടി ഇല്ല കേട്ടോ. അങ്ങനെ കഴിച്ച് നമ്മള് കുടുംബക്കാരി എല്ലാരും ഇവിടുന്ന് യാത്രയപ്പ് കഴിഞ്ഞു. ഇനി പോകാനുള്ളത് ഷംനി ഉണ്ട്, അതേപോലെ തന്നെ ചെറിയാപ്പും ഉണ്ട്, അമ്മായി ഉണ്ട്, ഓല് മാത്രമേ ഉള്ളൂ. പിന്നെ കഴിച്ച് നമ്മളെ ചെറുക്കന്മാരെല്ലാവരും ആഞ്ഞു പണി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ആളാ ഓ ചെങ്ങായി പണി എടുക്കണോ, ഓനെ ഇപ്പോഴേ കിട്ടുള്ളൂ. കണ്ടോ ആ ജെയ്സി ഇട്ടിട്ട് സനു അമൽദാദെ പണി എടുക്കുന്നുണ്ട് കഴിച്ച്. തിന്നീനുള്ള പണി പോലെ എടുക്കുന്നുണ്ട്. ഇനിയിപ്പോ ഞങ്ങൾക്ക് ഇവിടെ ഉള്ള പണികളാണ്. എടാ എന്താണ് നമ്മളെ ഇതിനെ പറ്റി എനിക്ക് പറയാനുള്ളത്? നമ്മളെ വർക്കിനെ പറ്റി ആ പണിയല്ലോട് ഈ പരിപാടിനെ പറ്റി എന്താ? പരിപാടി അടിപൊളി. നമ്മളെ നിലമ്പൂർ ഇവൻസി പക്ക നല്ല പരിപാടി, നല്ല ഫുഡ് പറയല. ഓ നല്ല ഫുഡ്, ജ്യൂസൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട മുന്തിരി ജ്യൂസാണ്. മുന്തിരി ജ്യൂസോ? ഞങ്ങളുണ്ടല്ലോ പച്ചവെള്ളം കുടിച്ചു, ചോറ് തിന്നിട്ടില്ല അല്ലേ? ഇതൊന്നും ഈ സാധനങ്ങളൊന്നും ഞങ്ങളുടെ ഇറക്കിയിട്ട് വേണം. എങ്ങനെ അല്ല നിങ്ങൾ പറഞ്ഞേ ഇറങ്ങണം നിങ്ങളിപ്പോ? അത് ഉമ്മാന്റെ ഫോൺ തന്നെയാണ്.
പരിക്കില്ല. അതിന്റെ ഓല ഫോണാണ് ഇതൊക്കെ എടുത്ത് വെച്ചാല് എടുത്ത് കൊണ്ടുപോകും സ്വന്തമാണ് പറഞ്ഞിട്ട് കുട്ടി ഇറങ്ങിയോ? ചമന എങ്ങനെയുണ്ട് നമ്മളെ പരിപാടി? സെറ്റ് പരിപാടി നല്ല രസമാണ്, പോകാൻ തോന്നില്ല. പിന്നെ പെൽച്ചക്ക് നീച്ചണല്ലോ എന്ന് ആലോചിച്ചിട്ട് പോവുകയാണ്. നമ്മൾ ഇതിവിടെ പെർമനന്റ് ആക്കിയാലോ എന്ന് വിചാരിച്ചു. പിന്നെ ലൈറ്റ് എഫക്റ്റ് അല്ലേ? ആ പിന്നെ ഒന്നുമില്ല. അവിടെ നിർത്തി. ആ ആണോ? എവിടെയൊക്കെ ഉണ്ട് മമ്മയുടെ മമ്മ അപ്പാപ്പാനെ താഴത്ത് കിടക്കാണ്ടല്ലേ? നമ്മള് വീഡിയോ വൈൻഡപ്പ് ആക്കാൻ പോവാണ്. മമ്മ ഒന്ന് വരി, ഒന്ന് ആൾക്കാരോട് പറയും നമ്മള് വീഡിയോ വൈൻഡപ്പ് ആക്കുകയാണെന്ന്. ഇവിടെ വരി, ഇവിടെ വരി, ഞങ്ങൾ പിടിച്ചിക്കണേ. ഇമ്മ ഇങ്ങോട്ട് വരി, ആ പറയും. അതാണ് ആൾക്കാര് എടുത്തിപ്പാടാ, അത്ര ലോകം കിട്ടൂല. പറയും ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ആക്കുകയാണ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ഇനി എന്താ അതിലേറെ പറയാനില്ലേ? സന്തോഷം. അത്രക്ക് അടിപൊളിയായിക്കണ്. ഉമ്മ ഉമ്മ ഇവിടെ വരി. ഇനി വേണ്ട, അപ്പൊ കൊണ്ടുപോകാം. അപ്പാപ്പാനെ കൊണ്ടോട്ടെ ഗൈസ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഉമ്മ എന്താണ് നമ്മളെ പരിപാടിനെ കുറിച്ച് പറയല്ലേ? വളരെ നല്ലത്, എല്ലാവർക്കും സന്തോഷം. എല്ലാരും വന്ന്, കുട്ടികളും എല്ലാരും വന്ന് ഫുഡ് കഴിച്ചതിനും എല്ലാരും സഹകരിച്ചതിനും എല്ലാത്തിനും വളരെ അധികം സന്തോഷം. നമ്മുടെ ചെക്കന്മാരോട് ഉണ്ട്, ഓലൊക്കെ പണിയിലാണ്. സാക്കറെ കാര്യമായിട്ടൊന്ന് ഉത്സാഹിക്കട്ടോ, ഇത് തീർത്തിട്ട് പോയാൽ മതിയേ. തീർത്താൽ കുറച്ചുകൂടി ചോറ് തരാം. എന്താണ് നമ്മളെ പരിപാടിനെ കുറിച്ച് രണ്ടു വാക്കാണ്? എന്താ പറയാനുള്ളത്, നമുക്ക് നിങ്ങളെ പരിപാടി കിട്ടിയത് തന്നെ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആണ്. പ്രതീക്ഷിച്ചിട്ടില്ലേ? ഇനി പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്. നമ്മള് മാക്സിമം കളറാക്കാൻ നോക്കീന്, പിന്നെ കളറായിക്കണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടായിക്കണ്. അതന്നെ അതെ, നമുക്ക് ഇവിടെ വന്നപ്പോ തന്നെ ഇമ്മമ്മാന്റെ ഇമ്മാന്റെ ഒക്കെ ഒരു പ്രസൻസ് അറിയണം. നമുക്ക് നമ്മളെ ഹോംലി ഫീലും ഭയങ്കര കിച്ചണൊക്കെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നിക്കേനി, പിന്നെ ഏൽപ്പിച്ചിക്കേനി. പിന്നെ നമുക്ക് അത്രയും നമ്മള് വൈബാക്കിയാണ്ട് ഉഷാറായിന്ന് പിന്നെ എല്ലാരും പറഞ്ഞപ്പോ നമുക്ക് സന്തോഷായി. ഓള് പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം, ഇവര് രണ്ടാളും ഇളച്ചി മൂത്തച്ചിയാണ്. ഞാൻ ഏട്ടത്തി എത്തിയാന്ന് കരുതി. ഏകദേശം സെയിം. എല്ലാരും പറയുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം എല്ലാരും അല്ലേ? അപ്പൊ ഈ പരിപാടി കഴിച്ചോണ്ട് ഇറങ്ങല്ലേ? ഇത് മൂത്തേച്ചി, അത് ഇളയിച്ചി അല്ലേ? വലിയ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതാക്കണേ നമ്മളെ നിലമ്പൂർ യൂണിറ്റ്സിന്റെ ഇതാണ്. അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ ഏരിയയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. ഇതേമത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ എന്തായാലും ഇവിടുന്ന് ഇറങ്ങാൻ നോക്കണം. മുന്നേ എനിക്ക് എന്താ ആംബുലൻസിനെ കുറിച്ച് പറയാല്ലേ? തീരൂല, സൗണ്ട് കേൾക്കൂല. മുന്നേ കൊല്ലിക്കാരോ പിടിച്ചു, സൗണ്ട് പോയി. സാറല്ല, പോട്ടെ, പോയതൊക്കെ പോട്ടെ, ഇനി തിരിച്ചു വേണ്ട. ഇവന്റ്സ് അവൻ്റെ പോയിക്കണേ കേസ്. ഇതാക്കണം ഇവിടെ സാധനങ്ങൾ നമ്മളെ കുലിക്കിൻ്റെ സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ ഇനി തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്, പാക്കിങ്ങിലാണ്. നോക്കി എന്താ പറയും, രണ്ട് വാക്ക് പറയും. ഇനി എന്താ പറയേണ്ടത്? വാക്കുകളില്ല പറയാന്. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ്, മെയിനായിട്ട് നമ്മളെ ചെക്കന്മാരും ഇപ്പം പണി കഴിഞ്ഞപ്പോൾ ഏറ്റവും ഹാപ്പി ആയത് ഒരു ഭക്ഷണം കഴിച്ച് പോയി തിരിച്ചിതാ പണിയെടുക്കാൻ സാധനങ്ങൾ കൊണ്ടൊക്കെ എല്ലാവരും മാറ്റി ഒരുങ്ങി വർക്കിംഗ് ഡ്രസ്സിലിട്ട് ഒരു വന്നു. പിന്നെ നമ്മൾ വെല്ലുമ്മേലും പിന്നെ ഒന്നാമതെന്താ വെച്ചാൽ സത്യത്തിൽ ഞങ്ങളെ പേരെ പോലെയാണ് ഞങ്ങൾ വർക്ക് എടുത്തപ്പോൾ. ഞങ്ങൾ കിച്ചണിൽ കയറി സാധനം എടുക്കണേ, റൂമിൽ കയറി സാധനം എടുക്കണേ, ഒരു ഹാപ്പി. ഞങ്ങളമ്മാൻ്റെ പോലത്തെ അമ്മാരെ രണ്ടാളും. കാരണം എന്താ വെച്ചാൽ എന്തിനും റെഡി. അതെടുത്തോളി ഇതെടുത്തോളി, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എടുക്കുക, നിങ്ങൾ പോരുക, എടുക്കുക, കാട്ടുക, ചെയ്യുക. എന്നാലും എല്ലാവരും ഹാപ്പി അല്ലേ? ഇതുള്ള നമുക്ക് പറയാനുള്ളത്. ഹാപ്പി അല്ലേ? ഇത് കേട്ടാ തന്നെ മനസ്സെന്ന് അറിഞ്ഞു പോകും. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ, മമ്മ എന്താ പറഞ്ഞേ? വളരെ സന്തോഷം. എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ കുട്ടികൾ വന്നുകൊണ്ട് എല്ലാം ചെയ്തു. നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്ത് തന്നെ മൊത്തം നമ്മളെ അയൽവക്കക്കാരനാണ് അല്ലേ സനിയോ? അതെ. അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കാൻ വേണ്ടി പോവുകയാണ്.